ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ജില്ലാ PCT-യുടെ ഭാഗമായിട്ട് നടത്തുന്ന ഉണർവ് പ്രോഗ്രാമിന് 37ാമത്തെ സെഷനാണെന്ന്. വളരെ പ്രത്യേകതയുള്ള ഒരു വിഷയം, ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിഷയം. നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നടക്കുന്ന ചലനങ്ങളെ ബോധപൂർവം തിരിച്ചറിയുന്ന ഒരു ഹിയർ ആൻഡ് നൗ പെർസ്പെക്റ്റീവിൽ തിരിച്ചറിയുന്ന ഒരു മെഡിറ്റേഷനാണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തിരക്കുള്ള കാലത്ത് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ അറിയുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇന്ന് നമ്മളോട് മൈൻഡ്ഫുൾ മെഡിറ്റേഷനെ കുറിച്ച് സംസാരിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുന്നു പുഷ്പലത മാമാണ്. മാം റവന്യൂ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. അതിനുശേഷം യോഗ ട്രെയിനറാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് യോഗയിൽ. അതുപോലെ ധാരാളം വർഷം യോഗ എന്ന് പറയുന്ന ആ സിദ്ധി സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ആധ്യാത്മിക അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ട് വൈസ് പ്രസിഡന്റ് ബാബു തോമസ് സാറ്, അതുപോലെ തന്നെ ശ്രീകുമാരി മാം, ഇന്നത്തെ പ്രത്യേകത അല്ലെങ്കിൽ ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന ആനന്ദ് സേനയിലെ മേജറാണ്. അതുപോലെ മറ്റുള്ളവരുമുണ്ട്. അതോടൊപ്പം നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് മനോഹർലാൽ സാറും വിജയരാമൻ സാറും എല്ലാം എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ട്രെയിനർ പുഷ്പലത മാമിനെ. പുഷ്പലത മാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. വളരെ മനോഹരമായ വാക്കുകളിലൂടെ എന്നെ പരിചയപ്പെടുത്തിയതിന് നന്ദി. ഈ സയൻസ് സന്ധ്യയില് എൻ്റെ ഈ കൊച്ചു വാക്കുകളും പ്രാക്ടീസും ഒക്കെ കേൾക്കാനും അനുഭവിച്ചറിയാനുമായിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട നമസ്കാരം. എല്ലാവരും ക്ലാസ് കേൾക്കാൻ വല്ല ഉഷാറോടുകൂടി ഇരിക്കുകയാണെന്ന് ഞാൻ കരുതട്ടെ. ആദ്യമായി നമുക്ക് ഒരു ബീച്ചിൽ വരെ പോയി വരാം. അതിനായിട്ട് എല്ലാവരും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നമ്മുടെ കൈകൾ ഇതേ രീതിയിൽ, അതായത് എൻഡ് ഓഫ് ദ തമ്പ് ടച്ച് വിത്ത് ദ എൻഡ് ഓഫ് ദ ഇൻഡെക്സ് ഫിംഗർ, ജസ്റ്റ് ലൈക്ക് ദിസ്. അതായത് മുകളിലേക്ക് തൊടരുത്. ഈ രണ്ട് സൈഡിൽ ഇത് ഇങ്ങനെയുള്ള എൻഡിലേ തൊടാൻ പാടുള്ളേ. ഇങ്ങനെയുള്ള എൻഡിൽ തൊടുക. അതർ 3 ഫിംഗേഴ്സ് ആർ എക്സ്റ്റെൻഡഡ്. മറ്റു 3 ഫിംഗേഴ്സും ഇതേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവാതെ എക്സ്റ്റെൻഡഡ് ആയിട്ട് നമ്മുടെ 2 കൈകളും ഒരേപോലെ ചിന്മുദ്ര എന്നാണ് ഇതിന് പറയാ. എല്ലാവർക്കും അറിയുന്നതാവും. ഈ ചിന്മുദ്രയില് നമ്മുടെ തൈന്റെ മുകളിൽ, അതായത് നമ്മുടെ തൊടയുടെ മേലെ വെക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ് കുറച്ചൊന്ന് മുന്നോട്ട് അപ്പ് ചെയ്താല് നമ്മുടെ നട്ടെല്ലും കഴുത്തും തലയും നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. ഇറക്റ്റ് യുവർ സ്പൈൻ, നെക്ക് ആൻഡ് ഹെഡ്. അപ്പൊ ഒരേ രീതിയിൽ വരുന്ന രീതിയിലായിരിക്കണം നട്ടെല്ലും കഴുത്തും തലയും വെക്കുന്നത്. കൈ ചിന്മുദ്രയിൽ, 2 കൈയും ചിന്മുദ്രയില് നമ്മുടെ കാലിന്റെ തൊടയുടെ മേലെ. എന്നിട്ട് പതിയെ ശ്വാസം 3 പ്രാവശ്യം എടുത്തു വിടണം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് പതിയെ ഇൻഹെയിൽ ചെയ്യുക. അതായത് ഡീപ്പായിട്ടാണ് ചെയ്യുക, പക്ഷെ വളരെ സ്പീഡിൽ ചെയ്യരുത്. ഇൻഹെയിൽ ഡീപ്ലി, എക്സെയിൽ സ്ലോലി ആൻഡ് കണ്ടിന്യൂസ്ലി. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ എടുക്കുന്നതിന്റെ ഇരട്ടി സമയത്തിലായിരിക്കണം നമ്മൾ എക്സെയിൽ ചെയ്യുന്നത്. Again inhale deeply. Exhale slowly and continuously. Inhale once more. Exhale slowly and continuously. And enjoy the warm air enter into your body. And carbon dioxide going outside. Then observe your breathing now. ഇപ്പൊ നിങ്ങളുടെ ശ്വാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിനുശേഷം പതിയെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടേ തുറക്കാവുള്ളൂ. ഞാൻ പറയുന്നത് കണ്ണ് തുറന്നോളൂ എന്ന് പറയുന്നത് വരെ കണ്ണടച്ചിരിക്കണം.
ഇപ്പം കണ്ണടച്ചു കഴിഞ്ഞു. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കൈകൾ രണ്ടും ചിന്മുദ്രയിൽ നിങ്ങളുടെ കാലിന്റെ തുടയുടെ മേലെ ഇരിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിന്റെ ഉള്ളില്, അതായത് നിങ്ങളുടെ സ്റ്റേണം എന്ന് പറയും, നമ്മുടെ ഈ നെഞ്ചിലെല്ല്, നമ്മുടെ രണ്ട് ലങ്സിന് നടുവിലുള്ള ആ എല്ല്, നമ്മുടെ റിബിനെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ എല്ലാണ് സ്റ്റേണം. അതിന്റെ തൊട്ട് പുറകിലായിട്ട് നിങ്ങളെ കണ്ണുകളെ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പതിയെ കണ്ണുകൾ അടച്ചു കഴിഞ്ഞിട്ടാണ് ശ്രദ്ധ നിങ്ങളുടെ സ്റ്റേണത്തിന്റെ പുറകിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വേൾഡിലേക്ക് പോകുന്നു. ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കാണുക, നിങ്ങളൊരു ബീച്ചിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കടലോരം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഒരു കടലോരം ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കടലോരം നിങ്ങളുടെ മനസ്സിൽ കാണുക. അവിടെ പൂഴിയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ ആ പരന്ന വിശാലായി കിടക്കുന്ന ആ കടലിലേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ആ കടലിനെ മാത്രമേ കാണുന്നുള്ളൂ. തിരമാലകൾ ഉയർന്നും താഴ്ന്നും അങ്ങ് അകലേക്ക് നോക്കുമ്പോൾ നിശ്ചലമായി കിടക്കുന്ന ആ കടൽ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളൂ. അങ്ങ് ദൂരേക്ക് നോക്കുമ്പോൾ പൊട്ടുപോലെ കപ്പലുകളും ബോട്ടുകളും ഒക്കെ ഇങ്ങനെ നീങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കാണുന്നു. അതിൽ കുറേ സമയം നിങ്ങൾ അതിലിങ്ങനെ നോക്കി ലയിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നൊരു 200-250 മീറ്ററോളം അകലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചെന്നപ്പോൾ അവിടെ മുഖവ കുട്ടികൾ ആർത്തലച്ച് നീന്തി തുടിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ കാണുന്നു. ആ കാഴ്ച നിങ്ങൾ കുറേ സമയം നോക്കി നിന്ന് ആസ്വദിക്കുന്നു. പേടിയില്ലാതെ ആ കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ തിരമാലകൾക്കനുസരിച്ച് ഉയർന്നും പൊങ്ങിയും താഴ്ന്നും ഉയർന്നും കളിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കുറച്ചു നേരം അത് ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കാലുകൾ ഒരു തിരമാല വന്നിങ്ങനെ നനച്ചത് നിങ്ങൾ അറിയുന്നത്. ആ തണുപ്പിൽ നിങ്ങൾ കോരിത്തരിച്ച് ആ തിരമാലകളെയും ആ കടലിനെയും ആ നനഞ്ഞ് പിന്നോട്ട് പോകുന്ന തിരമാലയെയും നിങ്ങൾ നോക്കി ആസ്വദിക്കുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കുറച്ച് കുട്ടികൾ പട്ടം പറത്തി കളിക്കുന്നത് കാണുന്നത്. ആ പട്ടം പറത്തി കളിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളുടെ ബാല്യം നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ചൊല്ലുകയും കുഞ്ഞുങ്ങളോടൊന്ന് എന്നെ പട്ടം പറത്താൻ അനുവദിക്കാമോ എന്ന് ചോദിക്കുകയും കുട്ടികൾ തരികയും ആ നൂല് പിടിച്ച് നിങ്ങൾ ആ പട്ടത്തിന് മേലോട്ടും താഴോട്ടും വലിച്ചുകൊണ്ടിരിക്കുകയും അതനുസരിച്ച് നിങ്ങൾ ആഹ്ലാദിച്ച് തുള്ളിച്ചാടുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങളോടൊപ്പം. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് അകലേക്ക് നോക്കുമ്പോഴ് കുട്ടികൾ കാൽപന്ത് തട്ടിക്കളിക്കുന്നത് കണ്ടു. നിങ്ങൾ അവരുടെ അടുത്തും ചൊല്ലുന്നു, ആ കാൽപന്ത് തട്ടിക്കളിക്കുന്നതോടൊപ്പം ഞങ്ങളും കൂടട്ടെ എന്ന് ചോദിക്കുന്നു. അവരനുവദിക്കുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം ബാല്യകാലത്തേക്ക് ചെന്ന് ചെറിയ കുട്ടികളായി നിങ്ങൾ അവരോടൊപ്പം പന്ത് തട്ടി ആസ്വദിക്കുന്നു. എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടി വരുന്നു. നിങ്ങളുടെ മനസ്സും ശരീരവും എന്തോ ഒരു ശാന്തത കൈവന്നിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞ് നിങ്ങളെ തട്ടി വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ തിരിഞ്ഞു നോക്കി. അപ്പോ ഒരു കടല വിൽപ്പനക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. അവളോട് എന്തെയൊന്ന് ചോദിച്ചപ്പോൾ കടല വാങ്ങാൻ പറയുന്നു. അപ്പൊ ആ കുഞ്ഞില് നിങ്ങളുടെ മുഷിഞ്ഞ വേഷവും പാറിപ്പറന്ന മുടിയും കണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ അല്പനേരം നോക്കി നിൽക്കുന്നു. എന്തെല്ലാമോ ചിന്തകൾ നിങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ 2-3 കടലപ്പാക്ക് വാങ്ങി വില ചോദിച്ചു.
ഒരു 100 രൂപ നോട്ടെടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് കുട്ടിയുടെ വീട്ടിലെ സ്ഥിതികൾ ചോദിച്ചപ്പോൾ അച്ഛനില്ലാത്ത 2 പെൺകുട്ടികളും ഒരമ്മമ്മയും ഒരമ്മയും അടങ്ങുന്ന കുടുംബത്തിന്റെ കഥ കുഞ്ഞു പറയുന്നു. അപ്പോൾ ഈ ലോകത്തെ വിവിധ അവസ്ഥകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ആ 100 രൂപ നോട്ട് കുഞ്ഞിന് കൊടുത്ത് ബാക്കി നീ വെച്ചോളൂ എന്ന് പറയുന്നു. അത് വാങ്ങാൻ ആ കുഞ്ഞു കൂട്ടാക്കിയില്ല. അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിന്റെ ആ സത്യസന്ധത നിങ്ങളെ വല്ലാതെ പിടിച്ചുലച്ചു. ഏത് കഷ്ടതയിലും തന്റെ സത്യസന്ധത കൈവിടാതെ മുന്നോട്ട് പോകുന്ന ആ കുഞ്ഞിനെ നോക്കി നിങ്ങൾ അല്പനേരം നിന്നു. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ കടലിലേക്ക് തന്നെ പോകുന്നു. അങ്ങ് അകലെ ചക്രവാളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തുന്നു. ചുവന്ന് തുടുത്ത സൂര്യൻ താഴേക്ക് മറയാനായിക്കൊണ്ട് നിൽക്കുന്നു. ആ ഭംഗി നിങ്ങൾ കുറച്ചു നേരം ആസ്വദിച്ചു നിൽക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പം എങ്ങും ഇരുട്ട് പരക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വന്ന് വിളിക്കുന്നു, പോവണ്ടേ എന്ന് ചോദിക്കുന്നു. അത്ര നേരം നിങ്ങൾ ഏതോ ഒരവസ്ഥയിലായിരുന്നു. എന്തെല്ലാമോ ജീവിതങ്ങൾ കാണാൻ നിങ്ങൾക്ക് അവിടുന്ന് കഴിഞ്ഞു. വിവിധ ആളുകളെ കാണാൻ കഴിഞ്ഞു. വിവിധ വേഷവിധാനങ്ങൾ കാണാൻ കഴിഞ്ഞു. എന്തെല്ലാമോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയെങ്കിലും നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമായി വരുന്നത് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക്, അതായത് നിങ്ങളുടെ ബ്രീത്തിങ് ഇപ്പം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇപ്പം അത് നല്ല കാം ആൻഡ് കയറ്റായി വളരെ സ്ലോ മോഷനിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി പതിയെ കണ്ണുകൾ തുറക്കുക. ഇന്നത്തെ എന്റെ സബ്ജക്റ്റ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ. എന്നെ ഞാൻ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാബു സാറ് നന്നായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ആദ്യമായിട്ട് മെഡിറ്റേഷൻ എന്താണെന്ന് ഒരു സെന്റൻസിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലേക്ക് മനസ്സിന്റെ പോകുന്നത് ശാന്തത. അതെ, മനസ്സിന്റെ ശാന്തത. വെരി ഗുഡ് സർ. പിന്നെ മനസ്സ് ഇനി വേറെ മനസ്സിന്റെ ക്ലീനിങ്, മനസ്സ് ക്ലീൻ ചെയ്യാൻ. ക്ലീൻ ചെയ്യൽ എന്ന് പറയാം, പക്ഷെ അതല്ല, കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടോ മാം? ഗുഡ്. ഏകാഗ്രമായിട്ട് അതെ, നമ്മളൊരു പ്രത്യേക ഒരു അനുഭൂതിയിൽ എത്തിച്ചേരുന്ന അവസ്ഥ, ഒരനുഭൂതിയിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥ. അതെ. അപ്പം നമുക്ക് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് മെഡിറ്റേഷൻ എന്താന്നറിഞ്ഞെങ്കിലേ, അതെങ്ങനെ ചെയ്യാന്നറിഞ്ഞെങ്കിലേ നമുക്ക് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. മെഡിറ്റേഷൻ മൈൻഡ്ഫുള്ളി ചെയ്യുമ്പോഴേ നമുക്കത് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് മാറും. അപ്പം ഏകദേശം ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സിന്ധു നദീതട സംസ്കാരങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ പണ്ടത്തെ ചുവർ ചിത്രങ്ങൾ, ഈ ക്ഷേത്രകലകളൊക്കെ എടുത്തു നോക്കിയാൽ ചുവർ ചിത്രങ്ങളിലൊക്കെ ഈ ചിന്മുദ്രയില് ചമ്രം അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പദ്മാസനത്തിലിരിക്കുന്ന പോസസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും പഴക്കമുണ്ട് ഈ മെഡിറ്റേഷന്. പക്ഷെ നമ്മൾ ആരും അത് മനസ്സിലാക്കിയില്ല. ഭാരതത്തിൽ ഉടലെടുത്ത ഒരു സംസ്കാരമാണ് യോഗയും മെഡിറ്റേഷനും ഒക്കെ. പക്ഷെ ഭാരതത്തിൽ ഉടലെടുത്തതാണെങ്കിലും ഭാരതീയർ അത് മനസ്സിലാക്കിയില്ല. വിദേശീയര് മനസ്സിലാക്കി. നമ്മളെന്തും പാശ്ചാത്യരെ അനുകരിക്കുന്നവരാണല്ലോ. പാശ്ചാത്യര് അത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ യോഗ എന്താണെന്ന് അറിയുന്നതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതിനു മുമ്പൊക്കെ നമ്മുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇത് വല്ല സന്യാസിമാർക്കും ചെയ്യാനുള്ള എന്തോ സംഭവമാണെന്ന് മാത്രം മനസ്സിലാക്കി. ഇതിന്റെ ഗുണങ്ങൾ നമ്മളെ ആരും പഠിപ്പിച്ചില്ല. ഒരു കാരണം അതാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്താണ്, ഇതെങ്ങനെ, ഇത് ചെയ്തുകൊണ്ട് എന്താ പറ്റുക, അതൊന്നും ആരും നമ്മളെ പഠിപ്പിക്കാത്തത് കൊണ്ടും നമ്മളെ അറിവില്ലായ്മ കൊണ്ടും മെഡിറ്റേഷനെ പറ്റിയോ അല്ലെ യോഗയെ പറ്റിയോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. അപ്പൊ ഇത്രയും പഴക്കമുള്ള യോഗ ഇപ്പോഴെങ്കിലും നമ്മളുടെ ഇടയിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ആദ്യമായിട്ട് ഈ മെഡിറ്റേഷൻ ഒരു എഴുതപ്പെട്ട രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് പതഞ്ജലി മഹർഷിയാണ്. അതായത് അദ്ദേഹമാണ് ആദ്യമായിട്ട് യോഗയെ കുറിച്ചും മെഡിറ്റേഷനെ കുറിച്ചിട്ടും ഒരു പുസ്തകം എഴുതിയത്, യോഗ സൂത്രം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പതഞ്ജലി മഹർഷിയെ നമ്മള് യോഗയുടെയും മെഡിറ്റേഷന്റെ ഒക്കെ ഫാദർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോ
ഈ മെഡിറ്റേഷനിലേക്ക് നമുക്ക് ഓടിച്ചെന്ന് എത്താൻ പറ്റില്ല. ലൗകിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരിക്കലും അടങ്ങിയിരിക്കാൻ പറ്റുമോ? ആർക്കെയും പറയാൻ പറ്റുമോ? വേഗം ഒന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഇല്ല. നോ നോ ഇല്ല. നോ. നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. നമ്മളെ ചിന്ത അപ്പോഴേക്ക് വല്ല അമേരിക്കയിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള മോന്റെ അടുത്തോ അല്ലെങ്കിൽ വേറെ എവിടെയും ജോലി ചെയ്യുന്ന മകളുടെ അടുത്തോ അങ്ങനെ എവിടെ നമ്മളിങ്ങനെ വാണ്ടറിംഗ് ആണ് നമ്മുടെ ചിന്തകള്. അപ്പൊ നമുക്ക് ആ ചിന്തകളെ അടക്കി ഒതുക്കി ഒരുത്തിയിൽ നിർത്താൻ പറ്റില്ല. അപ്പൊ അതിനെ ആദ്യം നമ്മൾ ഒറ്റയടിക്ക് വാണ്ടർ ചെയ്യുന്ന നമ്മുടെ മനസ്സിനെ അടക്കി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പല വഴിയിൽ കൂടെ മെഡിറ്റേഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ മൈൻഡ്ഫുള്ളി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പതഞ്ജലി മഹർഷിയുടെ അഭിപ്രായത്തിലാണെങ്കിൽ മെഡിറ്റേഷൻ അദ്ദേഹത്തിന് അഷ്ടാംഗ യോഗയാണ് നമുക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അഷ്ടാംഗ യോഗയിലൂടെ വരുമ്പോഴേ 7ാമത്തെ പടിയാണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനു മുമ്പില് അക്കോർഡിംഗ് ടു പതഞ്ജലി മഹർഷി വി ഫോളോ 6 സ്റ്റെപ്സ് ബിഫോർ സ്റ്റാർട്ടിങ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 6 സ്റ്റെപ്പുകള് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഈ 6 സ്റ്റെപ്പും ഫോളോ ചെയ്ത് നമ്മളെ ഇന്ദ്രിയങ്ങളെ നമ്മളൊക്കെ ഇപ്പൊ എങ്ങനെയായിരിക്കും? നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെയാണ്. എവിടെയെങ്കിലും നല്ലൊരു വീട് കണ്ടാൽ ആ മോഡലിൽ വീട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സാരി കണ്ടാൽ ആ സാരി ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു. ഇങ്ങനെ രുചിയായാലും നമ്മള് വേറെ എന്തെങ്കിലും സാധനമായാലും നമ്മുടെ മനസ്സ് ചിന്തകള് എപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ആ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്ക് മേലെ നമ്മുടെ മനസ്സിനെ ചിന്തകളെ കൊണ്ടുവന്നാൽ മാത്രമേ മെഡിറ്റേഷൻ പോസിബിൾ ആവുള്ളൂ. നമുക്ക് മൈൻഡ്ഫുള്ളി മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് യമത്തിൽ തന്നെ 5 പോയിന്റ്സ് ഉണ്ട്, നിയമത്തിൽ 5 പോയിന്റ്സ് ഉണ്ട്, ആസന, പിന്നെ പ്രാണായാമ, പ്രത്യാഹാര, ധാരണ. ഇങ്ങനെ 6 സ്റ്റെപ്പുകളിൽ കൂടെ പടികളിൽ കൂടെ കടന്നു വന്നെങ്കിലേ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനും പറയുന്നു, നമ്മൾ അങ്ങനെ വന്നെങ്കിൽ തന്നെ കഴിയുള്ളൂ. അപ്പോ അങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഇത് മുഴുവൻ പഠിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് പല വിധത്തില് ഈ മെഡിറ്റേഷനിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ആദ്യമായിട്ട് നമുക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് നോക്കാം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മള് ചില ആളുകൾ പറയും ഇറ്റ് ഈസ് എ ടെക്നിക്ക്, ചില ആളുകൾ പറയും ഇറ്റ് ഈസ് എ ടൂൾ. അത് നമ്മുടെ ഓടി നടക്കുന്ന മനസ്സിനെ നമുക്ക് പിടിച്ചു കെട്ടാനുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. മെഡിറ്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രെയിനിങ് ദ മൈൻഡ്. നമ്മളെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുക ടു ഫോക്കസ് കോൺസെൻട്രേഷൻ. നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് വേണ്ടി ബിക്കം അവെയർ ഓഫ് ദ പ്രസന്റ്. എന്നിട്ട് നമുക്ക് പ്രസന്റ് മൊമെന്റിനെ അവെയർ ആക്കുന്ന വേണ്ടിയിട്ട് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു എ സ്റ്റേറ്റ് ഓഫ് ഇന്നർ പീസ്, കാംനെസ് ആൻഡ് ലിബറേഷൻ. അതായത് നമ്മുടെ മനസ്സിനെ നന്നായിട്ട് കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റി, നിരന്തരം ചെയ്തെങ്കിലേ അത് കഴിയുള്ളൂ. കോൺസെൻട്രേറ്റഡ് ആക്കി മാറ്റിയിട്ട് പ്രസന്റിൽ ജീവിക്കാൻ നമ്മളെ പ്രാപ്തമാക്കി എടുക്കുന്ന ഒരു ടെക്നിക്ക് നല്ല ശരിക്ക് പറയേണ്ടത് ഇറ്റ് ഈസ് എ ഫീലിംഗ്. ഇപ്പൊ ഫസ്റ്റിൽ തന്നെ ഞാൻ നമ്മൾ ബീച്ചിൽ പോയെന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഫീലിംഗ് ആണ്, നമ്മൾ അനുഭവിച്ചറിയാണ്. പക്ഷെ നമുക്കൊരു ഡെഫിനിഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൂൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ്, ഇറ്റ് ഈസ് എ ടെക്നിക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷെ റിയലി മെഡിറ്റേഷൻ ഈസ് എ ഫീലിംഗ്. നമ്മൾ അനുഭവിച്ചറിയാണ് നമ്മുടെ ഉള്ള്. അതായത് നമ്മളെ ഉള്ളിനെ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആക്കുകയല്ല, അവിടെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയ അവസ്ഥ ഉണ്ട്, ഇന്നർ പീസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു പീസ് ഉണ്ട്, സമാധാനം ഉണ്ട്. ആ സമാധാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അല്ലാതെ നമ്മൾ അവിടെ ഉള്ളിൽ ഒരു പീസ് ഉണ്ടാക്കി കൊടുക്കൊന്നും വേണ്ട. നമ്മുടെ വിവിധ ചിന്തകളെ കൊണ്ട് കലുഷിതമായി തീർന്ന ആ ആന്തരിക പീസിലേക്ക്, ആ കലുഷിതമായ അവസ്ഥേനെയൊക്കെ മാറ്റി നമ്മൾ എത്തിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പല ആളുകളും പറയാന്ന് വെച്ചാല് മൈൻഡിനെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ട്രെയിനിങ് ദ മൈൻഡ് എന്നാണ് പറയാ. പക്ഷെ നമുക്കൊരു ഡെഫിനിഷനായി പറയുമ്പോൾ അങ്ങനെ പറയുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇറ്റ് ഇസ് എ ഫീലിംഗ്.
നമ്മുടെ ഒരു ഫീലിംഗ് നമ്മൾ അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ ആന്തരികമായ ആ സമാധാനത്തിലേക്ക്, അവിടെ തന്നെ നിലകൊള്ളുന്ന സമാധാനത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയല്ല. അവിടെ ഉള്ള സമാധാനത്തിന് മറ്റു പല ചിന്തകളെ കൊണ്ടും നമ്മൾ കാണാതിരിക്കുകയാണ്. അപ്പൊ ആ ചിന്തകളൊക്കെ മാറ്റി നമ്മുടെ ഇന്നർ പീസിലേക്ക് നമ്മൾ എത്തുക. അങ്ങനെ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് നല്ല ഫോക്കസ് ആവും. അപ്പൊ നമ്മുടെ മനോവിചാരങ്ങളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം നല്ല ഫോക്കസ്ഡ് ആയി മാറും. അങ്ങനെയുള്ള അവസ്ഥയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയൊക്കെ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത് ആരെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. എങ്ങനെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്? ഇത് ആർക്കെങ്കിലും? വ്യത്യസ്തമാണല്ലോ മാം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മെഡിറ്റേഷൻ രീതികളുണ്ടല്ലോ. ഉണ്ട്. ഞാനിപ്പോ മാം മൈൻഡ്ഫുൾനെസ് പറയുന്നത്, ഞാൻ ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതിലിത്തിരി വ്യത്യാസമുണ്ട്. എന്റെ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ പറയുന്നറിയില്ല. അതിന് സാർ എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് ചെയ്യാറ്? മെഡിറ്റേറ്റ് ചെയ്യുന്നത് വെറുതെ ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇരുന്ന് ചെയ്യുവാണോ, അല്ലെങ്കിൽ വല്ല പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഹാർട്ട്ഫുൾനെസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം റിലാക്സ് ചെയ്യും. കംപ്ലീറ്റ് ബോഡി റിലാക്സേഷൻ. അതിന്റെ ശേഷമാണ് നമ്മളൊരു സങ്കല്പത്തില് ഹാർട്ടിലെ ഒരു ദീപം സങ്കല്പിക്കുന്നത്. അതിന്റെ വെളിച്ചം ശരീരം മുഴുവൻ വ്യാപിക്കുന്നു എന്ന രീതിയിലാണ് അതിന്റെ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ട്. 4 മണി ക്ലീനിങ്. വെരി ഗുഡ് സർ. അപ്പൊ നമ്മള് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോ വയറ് നിറച്ച് ഇപ്പം പല രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ട്. മന്തി, മട്ടൻ, ചിക്കൻ ബിരിയാണി, അത് ഇതൊക്കെ നിറച്ച് നമ്മളെ വയറ് നിറച്ചിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പോയിരുന്നാല് ആ മെഡിറ്റേഷൻ ഒരിക്കലും മൈൻഡ്ഫുള്ളി ആവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഒരു മെഡിറ്റേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന്. അപ്പൊ ഫസ്റ്റില് തന്നെ നമ്മളെ ബോഡി ശുദ്ധി, നമ്മൾ ശരീരശുദ്ധി വരുത്തിയിട്ട് വേണം. അതായത് കുളി കഴിഞ്ഞാൽ നമുക്കൊരു കാമൻ കോയറ്റ അവസ്ഥ നമ്മുടെ ബോഡിക്ക് തോന്നുമല്ലോ, നല്ലൊരു സുഖം തോന്നുമല്ലോ നമ്മളെ. അല്ലാതെ എണീറ്റ് വന്ന ഉടനെ നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യത ഉണ്ട്. അത് ഇതിനു മുമ്പ് ഒരാൾ ചോദിച്ചിരുന്നു കണ്ണ് തുറന്നിരുന്നിട്ട് ചെയ്തുകൂടെ? കണ്ണ് തുറന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. അത് സന്യാസി വര്യന്മാരെ പോലുള്ളവർക്കേ കഴിയുള്ളൂ. നമ്മൾ ലൗകിക ജീവിതം നയിക്കുന്ന നമ്മുടെ ചിന്ത പല വഴിക്ക് പോകുന്നത് കൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്, കണ്ണടച്ചിരുന്ന് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ ഉറങ്ങി എണീറ്റ് വന്ന് പടി ചെയ്യുകയാണെങ്കിൽ ആ ഉറക്കം തോന്നിയ ചടവിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യത ഉണ്ട്. അപ്പൊ അത് മെഡിറ്റേഷൻ ആവില്ല. അപ്പൊ നമ്മൾ രാവിലെ എപ്പോഴായാലും ബോഡി ശുദ്ധി വരുത്തിയതിനു ശേഷം അതേപോലെ തന്നെ മനഃശുദ്ധിയും വരുത്തണം. പതഞ്ജലി മഹർഷി പറയുന്നത് പ്രകാരം ചിത്തവൃത്തി നിരോധക എന്നാണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ വൃത്തികൾ, അത് സംസ്കൃത വേടാണ് വൃത്തി, ഉള്ളിൽ നിന്ന് വൃത്തികൾ പോക്കുകയാണ്. അതായത് എന്തൊക്കെ മോശമായ വൃത്തിയായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക? മാനസികമായിട്ട് നമുക്ക് എന്തെല്ലാം മോശമായ അവസ്ഥകൾ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുക? ചിന്തകൾ. വിവിധ ചിന്തകള്, ദുഷ്ടത്തരം ഉണ്ടാവും, അസൂയ ഉണ്ടാവും, പിന്നെ ദേഷ്യം ഉണ്ടാവും. ഇങ്ങനെയുള്ള ആ വൃത്തികളെയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റാണ് അദ്ദേഹം പറയുന്നത് ചിത്തവൃത്തി നിരോധക എന്നാണ്. അങ്ങനെയുള്ള വൃത്തികളൊന്നും പാടില്ല എന്ന്. ആ വൃത്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ക്ലീൻ ആക്കുക എന്നാണ്. നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള അശുഭ ചിന്തകളെ ഒക്കെ മാറ്റിയിട്ട് നമ്മൾ മനസ്സിനെ പരിശുദ്ധമാക്കി വെക്കണം എന്നാണ്. അപ്പം അത് കഴിഞ്ഞാണ് നമ്മൾ ബോഡി ഇന്റേണൽ ശുദ്ധി വരുത്തിയതിന് ശേഷമാണ് എക്സ്റ്റേണൽ പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരമൊക്കെ നന്നായിട്ട് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒരു പ്ലേസ് തെരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോ ഒരു പ്ലേസ് തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ എവിടെ ഇരുന്ന്, ഇപ്പൊ ഈവൻ നിങ്ങൾക്ക് ഒരു ബസ്സിൽ ഇരുന്നിട്ട് വേണമെങ്കിലും അത്യാവശ്യ രീതിയിലൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഒരു ലേഡീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ കഴുത്തിൽ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചിന്ത എന്തായിരിക്കും? അയ്യോ, ഞാൻ കണ്ണടച്ചിരുന്നാൽ എന്റെ കഴുത്തിൽ ആരെയും പൊട്ടിക്കുമെന്നായിരിക്കും. അപ്പൊ നമ്മുടെ ചിന്ത വേറെ വഴിക്ക് പോയി. അപ്പൊ എവിടെ വിരുന്ന് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലേസ് വളരെ സ്യൂട്ടബിൾ ആയിട്ടായിരിക്കണം. ഒരു പൊടിയും പിന്നെ അങ്ങനെയുള്ള അശുദ്ധി ഒന്നുള്ള റൂമായിരിക്കും, ചെറുത് മതി. വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ കൊതുക്, ഈച്ച, പ്രാണി, പാറ്റ അതിന്റെ ഒന്നും കടി ഏൽക്കാൻ പാടില്ല. അതായത്
അത്രയ്ക്കും ശ്രദ്ധ വേണമെന്നാ പറയുന്നത്. അതിന്റെ എന്തിന്റെയും കടി ഏൽക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. അപ്പൊ നമ്മൾ അതിനെ കൊല്ലാനും അതിന്റെ ഇതിലേക്കായി നമ്മുടെ ശ്രദ്ധ. അത്ര പോലും അങ്ങനത്തെ യാതൊന്നുമില്ലാതെ വളരെ പരിശുദ്ധമായ നല്ല പിന്നെ വെന്റിലേഷനുള്ള നല്ലൊരു റൂമായിരിക്കണം. അതേപോലെ ഓവർ ചൂടുള്ളപ്പോഴും ഓവർ തണുപ്പുള്ളപ്പോഴും ഭയങ്കര കാറ്റുള്ളപ്പോഴും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന റൂം വൃത്തിയുള്ളതായിരിക്കണം. നമ്മൾ അതുപോലെ തന്നെ നല്ല പരിശുദ്ധിയോട് മനസ്സും ശരീരവും നല്ല പരിശുദ്ധിയായിട്ട് കുളി കഴിഞ്ഞ ഉടനെയാണെങ്കിൽ വളരെ നല്ലതാണ്. ഭക്ഷണം പറയുന്നുണ്ട് ഇതില് അഹിത ഭക്ഷണം, അതായത് നമുക്ക് ഹിതമല്ലാത്ത ഭക്ഷണവും അമിത ഭക്ഷണം, അത് രണ്ടും കഴിക്കാൻ പാടില്ല. വെച്ചാല് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കാൻ പറ്റില്ല. അതുപോലെ അഹിതങ്ങളായിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഉണ്ടാവില്ലേ, അതും നമ്മൾ കഴിക്കരുത്. എപ്പോഴും എംപ്റ്റി സ്റ്റൊമക്ക് ഈസ് ബെറ്റർ. നല്ല എംപ്റ്റി ആയിരിക്കുന്ന സ്റ്റൊമക്കാണ് ഇതിന് ബെറ്റർ ആയിരിക്കുന്നത്. അപ്പോ എംപ്റ്റി സ്റ്റൊമക്കില് സാത്വിക ഫുഡ് കഴിക്കാന്നാണ്. സാത്വിക ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം ദഹിക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അരവയറ് ഭക്ഷണം, കാവയറ് വെള്ളം, കാവയറ് അവിടെ വായുവിന് സഞ്ചരിക്കാനൊക്കെ ഒഴിച്ചിടണം എന്നാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ വയറിനെ വെച്ചിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ നല്ലത് എന്താണെന്ന് വെച്ചാല് എംപ്റ്റി സ്റ്റൊമക്കാണ്. പിന്നെ അപ്പൊ നമ്മുടെ ശരീര ശുദ്ധിയായി, മനസ്സിന്റെ ശുദ്ധിയായി, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളതായി, ഫുഡ് എങ്ങനത്തേതായിരിക്കണം എന്നുള്ളതായി. ഇനി നമ്മൾ പിന്നെ പ്ലേസും പറഞ്ഞു. ഇനി നമ്മൾ ടൈമാണ് നോക്കേണ്ടത്. ഏർലി മോർണിംഗ് ആൻഡ് അതായത് ഏർലി മോർണിംഗ് പറയുന്നതിൽ നമുക്ക് ബിഫോർ സൺറൈസ് ആൻഡ് ബിഫോർ സൺസെറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടബിൾ. അതായത് സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും ഈ 2 സമയം വളരെയധികം നല്ലതാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ. സൂര്യോദയത്തിന് മുമ്പുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചിരിക്കാനായിട്ട് നമുക്ക് കഴിയും. നല്ല പരിശുദ്ധമായ സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് ലയിച്ച് നമ്മൾ അതിലേക്ക്, പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം 20, ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫുള്ളി മൈൻഡ്ഫുള്ളി ചെയ്യാനായിട്ട് പറ്റിയത്. മെഡിറ്റേഷന്റെ കാര്യം അങ്ങനെയാണ്. യോഗ നമുക്ക് കുറെയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ മെഡിറ്റേറ്റ് മൈൻഡ്ഫുള്ളി ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ്, അത് കൂടുതൽ ടൈം, എത്ര ടൈം ചെയ്യണം എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഇരിക്കുന്ന ഒരാൾക്ക് 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ 1 മിനിറ്റിൽ ശീലിക്കുക, അത് 2 മിനിറ്റ് 3 മിനിറ്റ് അങ്ങനെ കൂട്ടി ഒരു ടൈമില് 20 മിനിറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് എഫക്റ്റീവ് ആവുക. ഈ ഒരു 20 മിനിറ്റ് നിങ്ങൾ മോർണിംഗിലും ഈവനിങ്ങിലും അങ്ങനെ 40 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ടാന്നാണ് യോഗ ശാസ്ത്രപ്രകാരം മെഡിറ്റേഷനെ കുറിച്ചിട്ട് നമ്മളോട് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാല് നമ്മള് താഴെ ഒരു പിന്നെ മാറ്റ് പോലെ എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ മേലെ വേണമെങ്കിൽ 1 മീറ്റർ നീളവും വീതിയുള്ള ഒരു പീഠം വെച്ചിട്ട് അതിന്റെ മേലെ ഇരിക്കുക. എന്നുവെച്ചാൽ 1 അടി ഉയരം പാടുള്ളൂ. 1 അടി ഉയരത്തില് 1 മീറ്റർ നീളവും വീതിയും വെച്ചിട്ടുള്ള ഒരു പീഠത്തിൽ വേണമെങ്കിൽ ഇരിക്കാം. ഇനി നിലത്ത് നിങ്ങള് നല്ലൊരു, നിങ്ങൾക്ക് തരിപ്പും കടച്ചിലും ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു കമ്പിളി അടിയിലിട്ടിട്ട് അതിന്റെ മേലെ ഒരു വെള്ള തുണി വിരിച്ചിട്ടിട്ട് അതിന്റെ മേലെ ഇരിക്കാം. ഇനി എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുമ്പോഴും ഏറ്റവും നന്നായിട്ടുള്ള ഇരുത്തം ഇപ്പൊ ഞാൻ പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാ, നമ്മുടെ ചെസ്റ്റ് ഒരു ലേശപ്പ് ഒന്ന് മുന്നോട്ടാക്കിയാല് നമ്മുടെ നട്ടെല്ലും കഴുത്തും തലയും നല്ല ഇറക്റ്റ് ആയിട്ട് നല്ല ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. അതാണ് ഇരുത്തം വേണ്ടത്. പിന്നെ ഇരുത്തത്തിൽ തന്നെ പത്മാസനാണ് ഏറ്റവും നല്ലത്. പത്മാസനത്തിൽ കഴിയാത്തവര് അർദ്ധ പത്മാസനം ചെയ്യാം. ഇനി അതും കഴിയാത്തവര് ക്രോസ്ഡ് ലെഗ്സ്, നമ്മള് ചമ്രം മടങ്ങിയിരിക്കില്ലേ, ഇനി ഇതൊന്നും കഴിയാത്തവർക്ക് കസേരയിൽ ഇരുന്നിട്ട് ചെയ്യാം. കസേരയിൽ ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നേരെ ഇങ്ങനെ തന്നെ കസേരയോട് ചാരി നമ്മുടെ ബാക്ക് ബട്ടക്സ് കസേരയുടെ ബാക്കിൽ ചാരുന്ന രീതിയിൽ വെക്കാം. ബട്ടക്സ് കസേരയ്ക്ക് ചാരി ഇരിക്കുമ്പോൾ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരും. അങ്ങനെ സ്ട്രെയിറ്റ് ആയി വന്നിട്ട് നമ്മളെ കാലുകൾ നിലത്ത് പതിച്ചു വെക്കണം. അത് നിർബന്ധമാണ്. അങ്ങനെ ചെയ്യുമ്പോഴേ മെഡിറ്റേഷൻ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് മാറുള്ളൂ. ഇനി ഈവൻ സിക്ക് ബെഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. സിക്ക് ബെഡിലുള്ള ഒരാളെ കാലുകളൊക്കെ നേരെയാക്കി അവരെ നേരെ കിടത്തിയിട്ട് അവരെ നട്ടെല്ലും തലയും കഴുത്തും ഒക്കെ നേരെ വെച്ച് അവരെ കൈ ചിന്മുദ്രയിൽ ഇങ്ങനെ വെപ്പിച്ചു കൊടുത്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ 2 വശങ്ങളിലുമായിട്ട് നിലത്ത്
മലർത്തി വെക്കുക കേട്ടോ, പതിച്ചിട്ട് കമിഴ്ത്തിയല്ല, മലർത്തി തന്നെ. നമ്മൾ തുടയുടെ മേലെ കൈ വെക്കുന്ന രീതിയിൽ അവരുടെ ശരീരത്തിന്റെ ഇരുഭാഗങ്ങളിലും മലർത്തി പതിച്ചു വെച്ചിട്ട് സിക്ക് ബെഡിലുള്ളവർക്ക് വരെയും നമുക്കിത് ചെയ്തു കൊടുക്കാന്നാണ്. അത്ര ഇഫക്റ്റീവ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി കൂടുതലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടോ? സിക്ക് ബെഡിൽ എന്ന് പറയുമ്പോ എന്താണ്? Yes, sir. Carry on, please. ക്ലിയർ ആവുന്നില്ലല്ലോ മാം. ഞാൻ ചോദിക്കുന്നത് കണ്ണ് തുറന്നിരിക്കണോ കണ്ണടച്ചിരിക്കണോ എന്നാണ്. കണ്ണടച്ച് നമ്മളെ പോലുള്ള ആളുകൾക്ക് കണ്ണടച്ചിരിക്കുന്നതാണ് ബെസ്റ്റ്. നമ്മൾ പതിയെ ഒരു 2-3-4 പ്രാവശ്യമൊക്കെ ശ്വാസം ഇങ്ങനെ എടുത്ത് വിടുക. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ശ്വാസമൊക്കെ ഒന്ന് എടുത്ത് വിടുക, നമ്മളെ ബ്രീത്തിങ്ങിനെ ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് പതിയെ, പെട്ടെന്ന് കണ്ണടക്കരുത്, പതിയെ കണ്ണുകൾ അടച്ചിട്ട് നമ്മൾ നമ്മുടെ കണ്ണുകൾ ഉള്ളിൽ കൊണ്ടുവയ്ക്കുന്നു എന്ന് പറയുന്നത് അഷ്ടഗണത്തിന്റെ പുറകെ കൊണ്ടുവയ്ക്കുന്നു എന്നാണ്. നമ്മുടെ ശ്രദ്ധ പതിയെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കണ്ണ് തുറന്ന് ചെയ്യാൻ പറ്റുന്നവർക്ക് തുറന്ന് ചെയ്യാവുന്നതാണ്. പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ നമ്മളെ ശ്രദ്ധ പല തരത്തിലേക്ക് പോകും. അഞ്ചാല് ചിലപ്പോൾ എവിടുന്ന് ഒരു ഒച്ച കേട്ടാൽ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കും, ഇവിടുന്ന് എന്തേ ഒന്ന് കണ്ടാൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ടാണ് കണ്ണടച്ച് ചെയ്യാൻ പറയുന്നത്. കണ്ണടച്ച് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന് കണ്ണ് തുറന്നിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കണ്ണ് തുറന്നും ചെയ്യാം. പക്ഷെ മോർ ഇഫക്റ്റീവ് ആവുക അത് കണ്ണടച്ച് ചെയ്യുന്നത് തന്നെയാണ്. കണ്ണടച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളി നമ്മളിലേക്ക് അങ്ങോട്ട് ലയിക്കും. അപ്പോഴാണ് അത് മൈൻഡ്ഫുള്ളി ആവുക. അതുകൊണ്ടാണ് കണ്ണടച്ച് ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി എന്തെങ്കിലും? മാം, ഒരു 3 റൗണ്ട് നാഡീശുദ്ധി പ്രാണായാമം ചെയ്തൂടെ? ഓ, വളരെ നല്ലതാണ്. നാഡീശുദ്ധി പ്രാണായാമം 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ചെയ്തിട്ട് നമുക്ക് ആരംഭിക്കാം. ഇനി അതില്ലെങ്കിൽ വെറുതെ നമ്മളിങ്ങനെ, ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, നമുക്കൊന്ന് ഡീപ്പായിട്ട് നമ്മൾ ശ്വാസം ഇങ്ങനെ എടുത്തു, പിന്നെ മെല്ലെ അത് എപ്പോഴും നാഡീശുദ്ധി അല്ലാതെ ചെയ്യുമ്പോഴും, നാഡീശുദ്ധി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല്, 1 സെക്കൻഡിലാണ് നമ്മൾ ശ്വാസം എടുക്കുന്നതെങ്കിൽ 2 സെക്കൻഡ് ഉപയോഗിച്ച് വിടണം. അങ്ങനെ വേണം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. നാഡീശുദ്ധി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് അതിന്റെ ഗുണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ അതിന്റെ പിന്നെ ഡെഫിനിഷനിൽ തന്നെ വരുന്നുണ്ട്, ഇറ്റ് ഫ്രീസ് അവർ മൈൻഡ് ഫ്രം ഓൾ തോട്ട്സ്. അല്ലേ? വികലമായ ചിന്തകളെ മുഴുവൻ അത് ഒഴിവാക്കും. നമ്മൾ സ്ഥിരമായിട്ട് റെഗുലർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, റെഗുലർ ആയിട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ 2 ദിവസം ചെയ്തു, 2 ദിവസം ഓഫാക്കി, 4 ദിവസം ചെയ്തു, അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കഴിയുന്നതും ഒരേ ടൈം തന്നെ ചെയ്യുന്നതും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അല്പനേരം കണ്ണടച്ചിരുന്നാൽ തന്നെ പല ഗുണങ്ങളും നമുക്കുണ്ട് ബ്രെയിന്. പക്ഷേ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കത് ഏറ്റവും ഇഫക്റ്റീവായി മാറുന്നത് എങ്ങനെയെന്ന് വെച്ചാല്, നമ്മള് കണ്ണടച്ച് നമ്മളിലേക്ക് ലയിച്ച് ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ നമുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ വികലമായ മോശമായ എല്ലാ ചിന്തകളും നമുക്ക് അങ്ങ് ഉള്ളിൽ നിന്ന് പോകും. അപ്പൊ ഇറ്റ് ഫ്രീസ് ദ മൈൻഡ് ഫ്രം ഓൾ ഈവിൾ തോട്ട്സ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല ഫോക്കസ് കിട്ടും. നല്ല കോൺസെൻട്രേഷൻ നല്ലോണം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമുക്ക് വളരെ നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ എന്തിലെങ്കിലും ഇടപെടുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും. എടുത്തുചാട്ടങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും. നമ്മുടെ ഈവിൾ തോട്ട്സിൽ നിന്ന് നമ്മളെ അത് മുക്താക്കി മാറ്റും. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് സ്ട്രെങ്ത് ആൻഡ് ആങ്സൈറ്റി. നമുക്ക് സ്ട്രെങ്ത് അല്ല, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാണെന്നൊന്ന് പറയാമോ? കോർട്ടിസോൾ. വെരി ഗുഡ് സർ. അപ്പൊ ഈ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ അത് റെഡ്യൂസ് ചെയ്യും. അതായത് മനസ്സ് കാം ആൻഡ് ക്വയറ്റായി ഇങ്ങനെ വരുമ്പോഴെന്തായിരിക്കും? റെഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് കോർട്ടിസോൾ. അപ്പോ കോർട്ടിസോളിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും അങ്ങോട്ട് പമ്പ കടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് ശരീരത്തിനും
മനസ്സിനുണ്ടാവുന്ന ഗുണം നമ്മുടെ ശരീരത്തിലേക്കും വന്നുകൊണ്ടേയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതെങ്ങനെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു സംശയം തോന്നിയേക്കാം. ഇറ്റ് റെഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇൻഫ്ലമേഷൻ ഫ്രം അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ചിലപ്പോ ഒക്കെ കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ നീരെടുത്ത് വണ്ണം വെച്ച് ചെറിയ മുഴകളെ പോലെ കണ്ട്, ചെറിയ ചെറിയ മുഴകളൊക്കെ ചില കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മുടെ ഉള്ളിൽ പല ഇടങ്ങളിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നതിനെ ഇത് റെഡ്യൂസ് ചെയ്ത് ഇല്ലാതെയാക്കും. അപ്പൊ ഇത് റെഡ്യൂസസ് ദ ഇൻഫ്ലമേഷൻ ആൻഡ് ബൈ എന്ത് ചെയ്യും, അതോടുകൂടി തന്നെ എന്താവും, ഇൻഫ്ലമേഷൻസ് ഒക്കെ ഇല്ലാതെയായി വന്നാല് ഇൻക്രീസിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബഡി, നമ്മുടെ ആന്റിബഡീസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നല്ല ഒരു ഇതിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒന്നും കൂടെ ഞാൻ പറയാം, റെഡ്യൂസസ് BP. എന്നുവെച്ചാല് 24 hours നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹാർട്ട്, ഇല്ലേ? ഒരു നിമിഷ നേരം പോലും നമ്മൾ അതിനൊരു ഒഴിവും കൊടുക്കില്ല, അതിന് റിലാക്സേഷനും ഇല്ല. അപ്പൊ നമ്മൾ എത്ര സമയം മെഡിറ്റേറ്റ് ചെയ്യുന്നോ അത്രയും സമയം നമ്മുടെ മൈൻഡും ബോഡിയും കാം ആൻഡ് ക്വയറ്റ് ആകുമ്പം അവിടെ റിലാക്സ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടാണ്. അപ്പൊ ഈ റിലാക്സേഷൻ നമ്മുടെ ഹാർട്ടിന് കിട്ടുമ്പോഴ് ഹാർട്ട് എന്തായി മാറും, അതിന്റെ ഫങ്ഷൻ നല്ല രീതിയിലേക്ക് വന്നു, അത് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത് നല്ല രീതിയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ BP നോർമൽ ലെവലിലേക്ക് ആയിട്ട് വരും. ഇനി ഒത്തിരി ഉണ്ട്, നമ്മുടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സമയം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മെഡിറ്റേഷനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാം. ഇനി നമുക്കത് ഏതെല്ലാം രീതിയിൽ നമുക്കതിനെ മൈൻഡ്ഫുള്ളി ചെയ്യാം വെച്ചാൽ ഒത്തിരി രീതിയിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അതിൽ നമുക്കിവിടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മെഡിറ്റേഷനിലേക്ക് എത്തിച്ചേരാനും പറ്റും, അത് മൈൻഡ്ഫുള്ളി ആയിട്ട് മാറുകയും ചെയ്യും. ഏതെങ്കിലും ഒരു രീതി ആർക്കെങ്കിലും പറയാവോ? എന്നാ ഞാൻ പറഞ്ഞോളൂ മേഡം. നമ്മള് രാവിലെ ഈ പറഞ്ഞുകൊണ്ട് ഏകാഗ്രമായിട്ട് ബ്രീത്തിങ് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മള് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ്. പിന്നെ കണ്ണ് തുറന്ന് ഏകദേശം ഏതെങ്കിലും ഒരു വസ്തുവിൽ നോക്കിക്കൊണ്ട് പിന്നെ കണ്ണടച്ച് പിന്നെ അപ്പൊ ഈ ഓബ്ജക്റ്റ് തന്നെ മാഡത്തിന്റെ കണ്ണിലേക്ക് വരും അല്ലേ? മാഡം എന്തിലാണോ നോക്കുന്നത് അത് തന്നെ കണ്ണിലേക്ക് വരൂലേ കണ്ണടയ്ക്കുമ്പോ? അത് തന്നെ ഒരു എളുപ്പ വഴിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, ജ്യോതി ധ്യാനം. ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശം. അപ്പൊ പ്രകാശ ധ്യാനാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. അതെന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒറ്റയടിക്ക് ഇരുന്നാലോ അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ കസേര കയറി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ നമുക്ക് മെഡിറ്റേഷൻ പോസിബിൾ ആവില്ല. അപ്പൊ മെഡിറ്റേഷൻ നമുക്ക് പോസിബിൾ ആവണമെങ്കിൽ നമ്മളെ ശ്രദ്ധ എവിടെയെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയി വരണം. അപ്പൊ നമ്മൾ കണ്ണ് തുറന്നിരുന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇഷ്ടമുള്ള ഒരു ഓബ്ജക്റ്റ്, ഇന്നത് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓബ്ജക്റ്റ് ആവാം. അത് ഒന്നുകിൽ നിങ്ങൾ ആരാധിക്കുന്ന പിന്നെ ഒരു ദൈവത്തിന്റെ മൂർത്തി രൂപമാവാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാവാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റിനെ നിങ്ങളെ കണ്ണിൽ കാണുക. എന്നിട്ട് കണ്ണിൽ കണ്ടിട്ട് പതിയെ കണ്ണുകൾ അടച്ച് അതിനെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ലയിച്ച് പോവാം. ഇപ്പൊ ഇവിടെ ഞാൻ ജ്യോതി ധ്യാനം എന്ന് പറയുമ്പം ഇപ്പൊ നമുക്കൊരു മെഴുകുതിരി എടുക്കാം എക്സാമ്പിള്. ഇപ്പൊ ഒരു മെഴുകുതിരി നമ്മുടെ മുമ്പിൽ, നമ്മളിപ്പോ പറഞ്ഞ രീതിയിലൊക്കെ നമ്മളെ നല്ല പ്ലേസ് ഒക്കെ നമ്മൾ കണ്ടുവെച്ച് ഒരു തരപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മളവിടെ നല്ല കമ്പിളിയൊക്കെ ഇട്ട് അതിന്റെ മുകളിൽ നല്ല വെള്ളയൊക്കെ വിരിച്ചു. അതിനോടൊപ്പം ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, വസ്ത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ പാടില്ല, വളരെ അയഞ്ഞ ഡ്രസ്സായിരിക്കണം. അത് വെളുത്തതാണെങ്കിൽ വളരെ ഉപകാരമായി കേട്ടോ. അപ്പൊ നല്ല അയഞ്ഞ ഡ്രസ്സോടെ നമുക്ക് ഒരു ഇറുകിയ ഫീലിംഗ് ഉണ്ടാവരുത്. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് ചെന്നിരുന്നു. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു ഓബ്ജക്റ്റ് അവിടെ തയ്യാറാക്കി. ഇവിടെ ഇപ്പൊ നമ്മളൊരു ലൈറ്റാണ്, ഒരു മെഴുകുതിരിയാണ്. അപ്പൊ മെഴുകുതിരി അവിടെ നമ്മൾ വെച്ചു, അതിനെ ഉറപ്പിച്ച് നിർത്തി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞ് വീഴുവൊന്നും ചെയ്യാതെ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തണം. എന്നിട്ട് നമ്മളത്
കത്തിച്ചു. അത് കത്തിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണ് തുറന്നിരുന്ന് അല്പസമയം അതിലേക്ക് തന്നെ നോക്കുന്നു. അതിലേക്ക് തന്നെ നോക്കി നമ്മുടെ കണ്ണിലും മനസ്സിലേക്കും അതിങ്ങനെ നിറഞ്ഞ ആ വെളിച്ചം, അത് അതിന്റെ ആ നാളങ്ങൾ ഇങ്ങനെ മേലോട്ട് പോകുന്നതും അതിന്റെ എത്രത്തോളം അത് സ്പ്രെഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് നമ്മുടെ കണ്ണുകൾ പതിയെ അടയ്ക്കുന്നു. അപ്പൊ നമ്മുടെ കണ്ണുകളിൽ ആ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ ലൈറ്റിലേക്ക് നമ്മൾ അങ്ങ് ലയിച്ചിരിക്കുക. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാല് ജ്യോതി ധ്യാനായി. ഇത് മെഴുകുതിരിയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിലവിളക്ക് കത്തിച്ചിട്ട് അതിന്റെ നല്ലൊരു തിരി കത്തിച്ച് വെച്ചിട്ടാവാം, ഇനി അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൈറ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാവാം. അങ്ങനെ ഏത് രീതിയിൽ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തോ. ഇനിയിപ്പോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു മൂർത്തി രൂപ, എക്സാമ്പിൾ ഞാനിപ്പോ പറയാം, ഒരു കൃഷ്ണനെ എടുക്കുന്നു നമ്മള്. ഈ കൃഷ്ണനെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോന്നേ, അവനവന് ഇഷ്ടമുള്ളതാവാം. അപ്പൊ കൃഷ്ണൻ എങ്ങനെ എടുത്ത് നമ്മുടെ മുമ്പിൽ വെച്ചു. and ഈ കൃഷ്ണനെ നമ്മൾ മുമ്പിൽ വെച്ചിട്ട് നമ്മള് എന്ത് ചെയ്യാ, കൃഷ്ണന്റെ പീലി, മുടി കെട്ടിയത്, പുരികം, ഓരോ ഭാഗത്തിന്റെ ഭംഗികളും ആ ഓർണമെന്റ്സും ഓരോന്നിങ്ങനെ നമ്മളെ കണ്ണുകളിലൂടെ അങ്ങനെ കാണുക. അങ്ങനെ അതിങ്ങനെ കണ്ട് വരുമ്പം നമ്മൾ അതിലേക്ക് ഇങ്ങനെ ലയിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഒന്ന് ജ്യോതി ധ്യാനം, ഇനി അല്ലെങ്കിൽ എനി അതർ ഒബ്ജക്റ്റ് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ, ഇനി അല്ലെങ്കിൽ ജ്യോതി ധ്യാനത്തില് ഒരു ദീപം കത്തിച്ചു വെച്ചിട്ട്. ഈ ദീപം കത്തിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദീപം നിലത്ത് കത്തിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ തല, അതായത് നിങ്ങളുടെ കണ്ണ് ഏത് നേരത്താണോ വരുന്നത് അത്ര ഉയരത്തില് ആ ദീപം കത്തിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് വെരി ബെസ്റ്റ്. അതായത് താഴെ ആവുമ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ തലയൊന്നും ഇങ്ങനെ കുനിക്കും. അപ്പൊ നമ്മുടെ തലയും കഴുത്തും നട്ടലും സ്ട്രെയിറ്റ് ആയിട്ട് വരില്ല. അപ്പൊ നമ്മുടെ നട്ടലും കഴുത്തും തലയും സ്ട്രെയിറ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു സ്റ്റൂളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ അതേ ലെവലിലായിരിക്കണം ദീപം. അതുപോലെ നമ്മൾ ഇനി മൂർത്തി രൂപങ്ങൾ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ആ മൂർത്തി രൂപങ്ങളും അതേ രൂപത്തിലായിരിക്കണം. അങ്ങനെയായിരിക്കണം നമ്മളത് അറേഞ്ച് ചെയ്യുന്നത്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും നമ്മൾ താഴേക്ക് നോക്കി പോകുന്ന രീതിയിൽ ഓബ്ജക്റ്റ് വെക്കാൻ പാടില്ല. ദീപാണെങ്കിൽ അതും വെക്കാൻ പാടില്ല. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് ജ്യോതി ധ്യാനമായി, രണ്ടാമത് ഓബ്ജക്റ്റുമായി. അപ്പൊ ഇനി മൂന്നാമത് ഞാൻ വേറൊരു ധ്യാനം പറഞ്ഞുതരാം, പ്രണവ ധ്യാനം അഥവാ ഓം ധ്യാനം. അപ്പൊ ഈ ഓം ധ്യാനം എന്ന് പറയുമ്പം അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ധ്യാനാണ്. അതേപോലെ അത് BP വളരെ കുറച്ചത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഒരാൾക്ക് ഓം ധ്യാനം കൊടുത്തിട്ട്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയാണ്, അവർക്ക് ഓം ധ്യാനം ചെയ്തിട്ട് 6 മാസം കൊണ്ട്, എന്നുവെച്ചാൽ അത്രയധികം ഒന്നുമില്ല, ഫാമിലി ഹിസ്റ്ററി ഇല്ല, അവർക്ക് ടെൻഷനെ കൊണ്ടുണ്ടായ BP ആയിരുന്നു. എന്നിരുന്നാലും അവർക്ക് ആ BP താഴേക്ക് കുറഞ്ഞു വന്ന് നോർമൽ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓം ധ്യാനം എന്ന് പറയുന്നത് ഓം 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 എന്നല്ല. ഓമില് 3 അക്ഷരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പറയാമോ? ഓമിൽ അടങ്ങിയിരിക്കുന്ന 3 അക്ഷരങ്ങൾ എന്ന് പറയാമോ? അകാരം, ഉകാരം, മകാരം അല്ലെ? ആ ഉ മ. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? അതെ, അപ്പൊ അതെങ്ങനെയാ വരുന്നതെന്ന് ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. പറയൂ സർ. ആ ഉ മ, ഈ 3 അക്ഷരങ്ങൾ ചേർന്നതാണ് ഓങ്കാരം. അപ്പൊ ഈ അക്ഷരങ്ങൾ ചേർന്നതിനെ നമ്മൾ പറയുമ്പോ, നമ്മൾ സാധാരണ ഓം എങ്ങനെയാ പറയാ? ഓം നമഃ ശിവായ, ഓം നാരായണ നമഃ അല്ലേ? നമ്മള് തൊണ്ടയിൽ നിന്ന് പോലും വരുന്നില്ല, നമ്മൾ അധികം നാവിൽ നിന്നാണ് ഇത് വരിക. പക്ഷെ അങ്ങനെ പാടില്ല. ഈ ശബ്ദം നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളെ അടിവയറ്റിൽ നിന്നായിരിക്കണം. അടിവയറ്റിൽ നിന്ന് വന്നിട്ട് നമ്മള് ഓം പറയേണ്ടത്. അതായത് കണ്ടോ, വയറ്റിൽ നിന്ന്, അടിവയറ്റിൽ നിന്ന് ആന്ന് വന്നു, നെഞ്ചിലെത്തുമ്പോഴേക്ക് ഊ ആയി, പിന്നെ മാന്ന് പറയുമ്പോഴേക്കും നമ്മളെ ചുണ്ടുകൾ നന്നായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. ചുണ്ടുകൾ മേലെയും താഴെയും നന്നായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. അങ്ങനെ വേണം നമ്മള്
ഓം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓം മെഡിറ്റേഷൻ ചെയ്യാൻ. ഇങ്ങനെ ഓം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെയധികം ഇഫക്റ്റീവാണ്. നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി തന്നെ മാറും. നമ്മുടെ 10th ക്രേനിയൽ നെർവ് ആൻഡ് ലോങ്സ്റ്റ് നെർവ് ഇൻ അവർ ബോഡി ഈസ് വാഗസ് നെർവ്. ഈ വാഗസ് നെർവ് പോകുന്നത്, the vagus nerve passes through our throat, chest, heart, stomach, intestine, അങ്ങനെ നമ്മുടെ എല്ലാ പ്രധാന ഭാഗങ്ങളിൽ കൂടെയും കടന്നു പോകുന്ന ഏറ്റവും നീളം കൂടിയ നെർവാണ് വാഗസ് നെർവ്. അപ്പൊ നമ്മൾ ഈ എന്നുള്ള ചുണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ എല്ലാ ഭാഗങ്ങളും, അതായത് വാഗസ് നെർവ് കടന്നു പോകുന്നിടത്തുള്ള എല്ലാ ഓർഗൻസും സ്റ്റിമുലേറ്റ് ആകും. വെച്ചാൽ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവുന്നു, അതോടൊപ്പം അത് കടന്നു പോകുന്ന വഴിയിലുള്ള എല്ലാ ഓർഗൻസും സിസ്റ്റംസും സ്റ്റിമുലേറ്റ് ആവും. അത് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മളെ ഹാർട്ട് റിലാക്സ്ഡ് ആവുകയും നമ്മുടെ BP നോർമൽ സ്റ്റേജിലേക്ക് വരികയും ചെയ്യുന്നതാണ് 6 മാസം കൊണ്ട് എന്നാണ് ഒരു എക്സ്പീരിയൻസ്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് ഒരു 6 മാസം കൊണ്ട് നോർമൽ ആയതാണ്. തീർച്ചയായിട്ടും ഇത് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. പിന്നെ ഒന്ന് വരുന്നത് ഷഡാധാര ധ്യാനം, അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പൊ ഷഡാധാര ധ്യാനം അപ്പൊ ഓം മെഡിറ്റേഷനിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓം നമ്മൾ പറയേണ്ടത് വയറ്റിൽ നിന്ന് കൊണ്ടുവരിക. അങ്ങനെയായിരിക്കണം കൊണ്ടുവരുന്നത്. നമ്മളെ ഇരുത്തവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഡിറ്റേഷനിൽ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുക. കൈ എപ്പോഴും ചിന്മുദ്രയിലായിരിക്കണം. പിന്നെ കഴുത്തും തലയും നമ്മുടെ സ്പൈനും ഇറക്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇരിക്കുക. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാല് ഈ മെഡിറ്റേഷനിലേക്കൊക്കെ നിങ്ങൾ ലയിച്ചു വീഴുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇഫക്റ്റീവാണ്. ഇതിൽ പറഞ്ഞ അതേ ഗുണങ്ങൾ 20 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. പിന്നെ ഷഡാധാര ധ്യാനാണ് വേറെ എന്ന് പറയുന്നത്. ഷഡാധാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ യോഗ പ്രകാരമുള്ള വളരെ മർമ്മപ്രധാനങ്ങളായ 6 ഭാഗങ്ങളാണ്. ഒന്ന് മൂലാധാരം, ബോട്ടം ഓഫ് ദ സ്പൈന്, നമ്മുടെ സ്പൈനിന്റെ താഴെയുള്ളത് മൂലാധാരം. പിന്നെ ഒന്ന് നമ്മുടെ നാഭിയുടെ ആ ഭാഗത്തായിട്ട് നമ്മുടെ ഈ വിസർജനതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് സ്വാധിഷ്ഠാനം. അതിന്റെ തൊട്ടു മുകളില് വയറിനോട് ചേർന്നിട്ട് വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് മണിപൂരകം. അത് കഴിഞ്ഞ് നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അനാഹത ചക്രം. പിന്നെ നമ്മുടെ ത്രോട്ട്, നമ്മുടെ ശബ്ദവും നമ്മുടെ എല്ലാ എൻഡോക്രൈൻ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ വിശുദ്ധി കേന്ദ്രം, ത്രോട്ടിന്റെ അവിടെ. പിന്നെ 2 പുരികത്തിന്റെ നടുവിൽ ഇവിടെയായിട്ട് നമ്മുടെ ആജ്ഞാകേന്ദ്രം. ഇത് കൂടാതെ ഒന്നും കൂടെ ഉണ്ട്, സഹസ്രാര കമലം, അത് വേറെയാണ്. ഷഡാധാരം പറയുമ്പോൾ ഈ 6 പറയാം. ഈ ഷഡാധാരങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ധ്യാനം എന്ന് പറഞ്ഞാല് ഷഡാധാരത്തിന് ഓരോന്നിനും ഓരോ മന്ത്രങ്ങളുണ്ട്, ഓരോ അക്ഷരം വരുന്ന എല്ലാം രംഭം എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ മന്ത്രങ്ങളുണ്ട്. നമ്മൾ ഇപ്പം നമ്മളിപ്പോ മൂലാധാരത്തിനെയാണ് നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ശ്രദ്ധ നമ്മളെ മൂലാധാരത്തിന് നമ്മളെ സ്പൈനിന്റെ താഴെ കൊണ്ടുവച്ചു. എന്നിട്ട് നമ്മള് ലം എന്നുള്ള ഇതാണ് അതിന്റെ മന്ത്രം, മൂലാധാരത്തിന്റെ. അപ്പോ ആ മന്ത്രം നമ്മളൊരു 21 ടൈംസ് പറയുവാണെങ്കിൽ നമ്മൾ അതിൽ ലയിച്ചു, നമ്മൾ അതിലേക്ക് ലയിച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ ഓരോ ഭാഗത്തിനെ, ഈ ഓരോ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്തിനെയും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള അത് തന്നെ ഒരു ക്ലാസ് എടുക്കണം, എന്നാലേ അത് എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അത്രയും കുറച്ച് വളരെ കൂടുതലുള്ള ഭാഗമാണ് ഇത്. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ തീരില്ല. അപ്പൊ ഷഡാധാരങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഷഡാധാര മന്ത്രങ്ങള് ഉച്ചരിച്ചുകൊണ്ട് നമ്മള് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഓം എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോഹം, ഹംസ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ മതാചാര പ്രകാരവും നിങ്ങൾക്കുള്ള ഓരോ പ്രാർത്ഥനകളുടെ അക്ഷരങ്ങളോ ഒരു വാക്കോ ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും ടൈപ്പൊക്കെയാണ്. കുറേ ടൈപ്പുകളുണ്ട്, നമുക്ക് അതൊന്നും പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഷഡാധാര ധ്യാനം തന്നെ 1 മണിക്കൂർ കൊണ്ട് ക്ലാസ് എടുത്ത് തീർക്കാൻ പറ്റില്ല. അപ്പൊ എന്തൊക്കെയായാലും ഒരു മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് മൈൻഡ്ഫുള്ളി ആയിരിക്കണം. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലയിച്ച് നമുക്ക് അതിന്റെ പൂർണ്ണ ഗുണം കിട്ടുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് അതിലേക്ക് ലയിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ, ഒന്നുകിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു
രൂപം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടോ, ഇനി അതല്ലെങ്കിൽ വേറെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റില് നമ്മൾ ചെയ്തത് ഓർമ്മയില്ലേ, നമ്മളിപ്പോ ഒന്ന് ബീച്ചിൽ പോയി വന്നു. അപ്പൊ നമ്മൾ ബീച്ചിൽ പോയിട്ടില്ല, പക്ഷെ ബീച്ചിനെ മുഴുവൻ നമ്മൾ മനസ്സിൽ കണ്ടില്ലേ, ഇല്ലേ, ഫീൽ ചെയ്തില്ലേ, ബീച്ചിൽ പോയ ഒരു അനുഭവം ഉണ്ടായില്ലേ നമ്മുടെ ഫസ്റ്റ് പിന്നെ മെഡിറ്റേഷന്, അല്ലേ സാറേ? തീർച്ചയായും ഉണ്ട് തീർച്ചയായും. ഉണ്ട് ഉണ്ട്. തീർച്ചയായിട്ടും അല്ലേ? ശരിക്കും നമുക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം കേട്ടോ. ബീച്ചൊന്നൊന്നുമില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ പോയി, ആ സ്ഥലം നമുക്ക് ഭയങ്കര ഫേവറേറ്റ്, ഇനിയും കാണണം എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ ആ സ്ഥലം വിഷ്വലൈസ് ചെയ്യാം. അതാണ് വിഷ്വലൈസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഈ വിഷ്വലൈസ് മെഡിറ്റേഷനിൽ നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ ബോഡി പാർട്സിനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടും ചെയ്യാം. ഇപ്പൊ ബിഗ് ടോസ് ടു സ്മോൾ ടോസ്, നമ്മളെ താഴെ കാലിന്റെ വിരലുകൾ തുടങ്ങി, കാലിന്റെ വലിയ വിരൽ തുടങ്ങി ചെറിയ വിരൽ വരെ, അത് കഴിഞ്ഞ് ഫീറ്റ്, അത് കഴിഞ്ഞ് ആംഗിള്, പിന്നെ അപ് ടു എന്നുവെച്ചാൽ ഒന്നിച്ച് കാണാൻ പാടില്ല, ഓരോരോ ഭാഗങ്ങളായിട്ട്. അപ് ടു നീ, പിന്നെ നീ തന്നെ, പിന്നെ തൈ, അത് കഴിഞ്ഞ് നമ്മുടെ ഹിപ്പിന്റെ ബാക്ക് സൈഡ്, ഫ്രണ്ട് സൈഡ്, പിന്നെ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, അതും നമുക്ക് ഈസിയാണ്. നമ്മുടെ ഓരോ ശരീരഭാഗങ്ങൾ അല്ലാതെ നമ്മൾ കാണുന്ന പോലും ഉണ്ടാവില്ല, കുളിക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഈ വിഷ്വലൈസ് മെഡിറ്റേഷൻ ആണ് ഫസ്റ്റിൽ നല്ലത്. എന്താണെന്ന് വെച്ചാൽ വിഷ്വലൈസ് മെഡിറ്റേഷൻ ആകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകൾ ഏതെങ്കിലുമൊക്കെ വഴിക്കായി പോകും. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ച് നമ്മൾ മറ്റുള്ള രീതിയിലേക്ക് വന്ന് ഒരു 6 മാസമോ 1 കൊല്ലമൊക്കെ ആകുമ്പോഴേക്ക് നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്നാലും നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടും പോകില്ല. പഞ്ചേന്ദ്രിയങ്ങളെ വിജയിച്ചിട്ട് മനസ്സിനെ മേലെ കൊണ്ടുവരിക. ഇപ്പൊ നമ്മൾ പഞ്ചേന്ദ്രിയം കഴിഞ്ഞു. കേൾക്കാമോ സാറേ? കേൾക്കാം കേൾക്കാം. കേൾക്കാം. യെസ്. അപ്പൊ അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ, പഞ്ചേന്ദ്രിയങ്ങളെ വിജയിക്കണമെങ്കിൽ പതഞ്ജലി മഹർഷി ആദ്യം പറഞ്ഞ യമോ നിയമവും ആസനയും പ്രാണായാമ എന്ന് പറഞ്ഞാൽ റെഗുലേഷൻ ഓഫ് പ്രാണയാണ്. നമ്മുടെ ഈ ഓക്സിജനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാണ്. അങ്ങനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാഹാരയിലേക്ക് എത്തും. അതായത് വിഡ്രോവൽ ഓഫ് സെൻസസ് ഫ്രം ഔട്ട്വേർഡ് വേൾഡ്. നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ടതിന്റെ പിന്നാലെ പോകുന്നതിനെ നമുക്ക് നിർത്താൻ പറ്റും. അങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നതേ പഞ്ചേന്ദ്രിയങ്ങൾ കേൾക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയി. ആ കോൺസെൻട്രേറ്റഡ് ആവുമ്പോഴാണ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൈൻഡ്ഫുള്ളി മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ അതിന്റെ ഒരു അനുഭവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരോടും മെഡിറ്റേറ്റ് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ നിർത്തുന്നു. നമുക്കൊരു കോട്ട് ഒന്ന് വായിച്ചു നോക്കാം. പ്രശസ്ത അമേരിക്കൻ സ്പീക്കറും ഇന്ത്യൻ അമേരിക്കൻ സ്പീക്കറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ് ആയിരിക്കുന്ന നമ്മുടെ ദീപക് ചോപ്ര പറഞ്ഞൊരു കാര്യമുണ്ട്. മെഡിറ്റേഷൻ ഈസ് നോട്ട് എ വേ ടു മേക്ക് യുവർ മൈൻഡ് ക്വയറ്റ്. നിങ്ങളെ മനസ്സിന് ശാന്തമാക്കാനുള്ള ഒരു വഴിയല്ല മെഡിറ്റേഷൻ. ഇറ്റ് ഈസ് എ വേ ടു എൻറ്റർ ഇൻ ടു ദ ക്വയറ്റ് ദാറ്റ് ഈസ് ഓൾറെഡി ദർ. നിങ്ങളെ ഉള്ളിലുള്ള ആ പീസിലേക്ക്, സമാധാനത്തിലേക്ക്, ഇന്നർ പീസിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണ് മെഡിറ്റേഷൻ. അപ്പം ആ ഇന്നർ പീസിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകള് നിർത്തുന്നു. ഓക്കെ, ഒന്ന് താങ്ക് യു മാം. റീക്യാപ്പ് ചെയ്യാൻ സമയമുണ്ടോ? ചെയ്തോളൂ. എന്തൊക്കെയാണ്, ഏതെല്ലാം തരത്തിൽ മെഡിറ്റേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്? ആർക്കെങ്കിലും ഒക്കെ ഒന്ന് പറയാവോ? ജ്യോതിർ യെസ്. ജ്യോതിധ്യാനം, വെളിച്ചധ്യാനം, വെളിച്ചധ്യാനം, പിന്നെ ഒബ്ജക്റ്റ് ധ്യാനം, ഓബ്ജക്റ്റ് വിഷ്വലൈസേഷൻ, വിഷ്വലൈസേഷൻ, ധ്യാനം, ഷഡാധാര ധ്യാനം. ഷഡാധാര ധ്യാനം. വെരി ഗുഡ്. അപ്പൊ എന്തായാലും എന്റെ ക്ലാസ്സിൽ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസും എന്താണ് മെഡിറ്റേഷൻ എന്നൊക്കെ മനസ്സിലാക്കി എല്ലാവരും
മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാല് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള നമ്മുടെ ഹെൽത്തിന് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പ്രോസസ്സാണിത്. അതുകൊണ്ട് എന്തായാലും മെഡിറ്റേഷൻ എങ്കിലും യോഗ ചെയ്യാൻ സമയമില്ലെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു പുഷ്പലതാമം. വളരെ മനോഹരമായ ഒരു സെഷൻ. ഞാൻ മാമിൻ്റെ CV ഒന്ന് നോക്കുമായിരുന്നു. സത്യത്തിൽ ഒരു ഗവൺമെൻറ് ഒരു റവന്യൂ സർവീസിൽ നിന്ന് റിട്ടയർമെൻറ്റിന് ശേഷം പുഷ്പലതാമം അച്ചീവ് ചെയ്ത ആ നേട്ടങ്ങൾ അത് ശരിക്കും ഒരു പാഷനേറ്റ് തലമാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഒരു ടീച്ചറാകണമെന്ന് ആഗ്രഹിച്ചു. അതിനുശേഷം വളരെ ഔന്നത്യമുള്ള ഒരു ടീച്ചറായി മാറി. പ്രത്യേകിച്ച് യോഗ ബേസ്ഡ് ആയിട്ട് പല രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കഴിഞ്ഞു. പ്രത്യേകിച്ച് DYT, ഡിപ്ലോമ ഇൻ യോഗ ട്രെയിനേഴ്സ് ട്രെയിനിങ്, അതുപോലെ ഇൻ്റർനാഷണൽ യോഗ തെറാപ്പി, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ട്രാൻസ്ഫോർമേഷണൽ അനാലിസിസ്, അതിനോടൊപ്പം തന്നെ സൈക്കോളജിയും, അതുപോലെ തന്നെ MCOM ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളിൽ കൂടെയൊക്കെ പോയെങ്കിലും എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിലുള്ള ആ പാഷൻ്റെ തലത്തിൽ അല്ലേ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും പ്രായമുള്ള റിട്ടയർമെൻ്റ് ആയി വരുന്നവരുടെയൊക്കെ അത്യാവശ്യമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു പോയിന്റാണ്. കാരണം നമ്മളെപ്പോഴും ഹാപ്പിനെസ്സിൽ നിൽക്കണം, സന്തോഷത്തിൽ നിൽക്കണം. അത് മറ്റാരും കൊണ്ട് തരുന്നതല്ല അല്ലേ? നമ്മൾക്ക് വേണ്ട പൂക്കളെല്ലാം നമ്മൾ തന്നെ നമ്മുടെ ഗാർഡനിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പം അതിന് പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രോസസ്സിലൂടെയാണ് പുഷ്പലതാമം പോകുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. മെഡിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. മനസ്സിനെ ക്ലെൻസ് ചെയ്യണം, മനസ്സിനെ ശാന്തമാക്കണം. ഇത്ര തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സ് ശാന്തമായാലാണ് നമ്മൾ നമ്മളായി മാറുന്നത്. ഇല്ലെങ്കിൽ പല രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല രൂപങ്ങളുമാണ് പലപ്പോഴും നമ്മൾ ഓരോ നിമിഷത്തിലും കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളുടെ ആ യഥാർത്ഥത്തിലുള്ള ഇന്നർ പീസ് മനസ്സിലാക്കാനുള്ള ഏറ്റവും മനോഹരമായ ഒരു മെഡിറ്റേഷൻ്റെ തലം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും സന്തോഷം. നമുക്ക് മനോഹർലാൽ സാറിന് തുടങ്ങാം. മനോഹർ സാർ. ഓക്കെ സാർ. പുഷ്പലതാമം നല്ലൊരു ക്ലാസ്, വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ ആദ്യം തന്നെ ഒരു ബീച്ചിലേക്ക് കൊണ്ടുപോയില്ലേ? ഒരു ധ്യാനം, നമ്മളൊരു വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ധ്യാനമായിരുന്നു. വളരെ മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ? ഞാനൊക്കെ മിക്കവാറും ദിവസം മെഡിറ്റേഷൻ ചെയ്യുന്നതാണ്. യോഗ അറിയുന്നതുകൊണ്ട് യോഗ ചെയ്യും, മെഡിറ്റേഷൻ ചെയ്യും. അപ്പൊ അത് നമുക്ക് എപ്പോഴും മനസ്സിനെ ഒരു ഫ്രഷ് ആയിട്ട് വെക്കാം. മനഃശാസ്ത്രം മെഡിറ്റേഷനെ മെന്റൽ സ്കില്ലായിട്ടാണ് കാണുന്നത്. അതായത് ശരീരത്തിന് വ്യായാമം എന്ന പോലെ മനസ്സിന് ഉള്ള ഒരു വ്യായാമമായിട്ട് വേണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷനെ കാണാം. ഇതിൽ ശ്രദ്ധ, ഏകാഗ്രത, വികാര നിയന്ത്രണം, ആത്മബോധം എന്നിവ വളർത്തുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് അനുഭവത്തിലൂടെ നമുക്കത് മനസ്സിലാവും ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനിൽ നമ്മളെ ശ്വാസത്തെ ശ്രദ്ധിച്ച് ശരീരത്തിന്റെ അനുഭവങ്ങൾ നിരീക്ഷിക്കുക അല്ലേ? ഇപ്പോൾ നമ്മൾ ബോഡി സ്കാൻ മെഡിറ്റേഷനൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞു തന്നെ എനിക്ക് തോന്നുന്നു. അതൊക്കെ വളരെ ഫലപ്രദമാണ്. ഈ സൈക്കോളജി ഫീൽഡിലൊക്കെ നമ്മളെ ആളുകളെ ബോഡി സ്കാൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി പ്രകാരം ന്യൂറോ സയൻസ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നവരിൽ ഏകാഗ്രത മെച്ചപ്പെടുന്ന പറഞ്ഞു, സമ്മർദ്ദം കുറയുന്നു അല്ലെ, കോർട്ടിസോളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ പറ്റും, വികാര നിയന്ത്രണം ഉണ്ടാവുന്നു. ഏറ്റവും വലുതായിട്ട് സ്വയം അവബോധം, സെൽഫ് അവയർനെസ്സിലേക്ക്, നമുക്കതാണല്ലോ നമ്മുടെ ഒരു കൗൺസിലിംഗ് ഒക്കെ സെൽഫ് അവയർനെസ്സിലേക്കാണ് ആളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ടൂളായിട്ട് നമുക്ക് മെഡിറ്റേഷനെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഈ MSc യോഗ പഠിക്കാനുള്ള ഒരു കാരണം ഇതൊക്കെ നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാം. പ്രാണായാമത്തിന്റെ പ്രാധാന്യമൊക്കെ ഇതൊക്കെ ഇതിൽ ഒരുപാട് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ പറ്റി പറഞ്ഞു. നമുക്കൊരു ഫോക്കസ്ഡ് അറ്റൻഷൻ മെഡിറ്റേഷൻ ഉണ്ട്, പല തരമുണ്ട്. ലവിങ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ ഉണ്ട്, മെറ്റ എന്ന് പറയും. ബോഡി സ്കാൻ മെഡിറ്റേഷനകത്ത് മാഡം പറഞ്ഞത് ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ, മന്ത്രം ആവർത്തി അതിനെ ഓങ്കാരമൊക്കെ അല്ലെ, അത് നല്ല രസമായിട്ട് അവതരിപ്പിച്ചൂടെ. ഇങ്ങനെ ഓം പറയണം എന്നുള്ളത് അല്ലേ, അതൊക്കെ വളരെ നല്ല രീതിയിൽ അതിന്റെ അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. നമുക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാതെ അതിന്റെ ഗുണങ്ങൾ. അപ്പോ ദ മെഡിറ്റേഷൻ ഈസ് ദ പ്രാക്ടീസ് ഓഫ് ട്രെയിനിങ് ദ മൈൻഡ് ടു ബിക്കം മോർ അവെയർ, മോർ ഫോക്കസ്ഡ് ആൻഡ് മോർ ഇമോഷണലി ബാലൻസ്ഡ്. അതുകൊണ്ട് മെഡിറ്റേഷൻ നമ്മൾ ദിവസവും ചെയ്യണം. മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ടൂളാണ്. അത് നല്ലൊരു അവയർനെസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
അത് ആളുകളിലെ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ പുരാതന കാലം തൊട്ട് നമ്മുടെ ഋഷികളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് അല്ലെ, പതഞ്ജലി മഹർഷിയുടെ. പിന്നെ നമ്മളെ അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന ഒരു മെഡിറ്റേഷൻ തന്നെയാണ് ശരിക്കും, അല്ലേ? പ്രാർത്ഥന ഒരു മെഡിറ്റേഷൻ. അത് തന്നെ ശരിയായ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ ഒരുപാട് മനസ്സിന് ഏകാഗ്രത കിട്ടുന്ന ഒരു കാര്യം കൂടെയാണ്. അതിപ്പോ ഏത് തരത്തിലും പ്രകൃതിയെ പ്രാർത്ഥിക്കാം, നമുക്ക് എന്ത് വേണമെങ്കിലും ഏത് രീതിയിലാവും, ദൈവത്തിനെ ആവാം, ഏത് രീതിയിലും അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഭേദമില്ല. ഇപ്പൊ എന്ത് തന്നെ ആയാലും ഇതൊരു നല്ലൊരു ടൂളാണ്, നമ്മുടെ മനസ്സിനെ ഇന്നർ പീസിനുള്ള ഒരു ടൂളാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ച പുഷ്പലത മേഡം, നമ്മുടെ എന്താ പറയാ രമ്യ മേം ആണ് പുഷ്പലത മേഡത്തിന് ക്ലാസ് എടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സൂചന എനിക്ക് നൽകിയിരുന്നു. അപ്പോ അത് നമ്മൾ നല്ലൊരു ചോയ്സ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ വന്നതിൽ സന്തോഷമുണ്ട്. അതിൽ നമ്മുടെ സാറിന്റെ കോട്ടയം അതിന്റെ പരിപാടി വളരെ നല്ല രീതിയിൽ പോയി. 37ാമത്തെ ക്ലാസ് ആണത് അല്ലേ സാറേ? 37ാമത്തെ ക്ലാസ്സും വളരെ വളരെ വ്യത്യസ്തമായ വിവിധ മേഖലയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സൈക്കോളജി അവറുണ്ട് CBTയിൽ, സ്റ്റേറ്റിന്റെ പ്രോഗ്രാം ഉണ്ട്, പിന്നെ നമ്മുടെ നമ്മുടെ എറണാകുളത്തിന്റെ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ പല പല പ്രോഗ്രാമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇനി നമ്മുടെ ഈ പ്രോഗ്രാമിലൊക്കെ എപ്പോഴും താങ്കൾ വരണമെന്ന് പുഷ്പലതാമയോട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു ക്ലാസ് നൽകിയതിന് എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നു ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ. പുഷ്പലതാമം കോഴിക്കോടല്ലേ? കോഴിക്കോട് കോഴിക്കോടാണ്, പക്ഷെ നമ്മളെ ബൈപ്പാസ് ചെയ്തിട്ട് പത്തനംതിട്ടക്കാരെ റാഞ്ചി എടുത്തു. താങ്ക് യു സാർ. ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഉണർവിന്റെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞ് 37ാമത്തെ പ്രോഗ്രാമാണ്. ഔദ്യോഗികമായി കോട്ടയം ജില്ലയുടെ ഭാഗമായിട്ട് ബാബു തോമസ് സാറ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയും. സാറ് ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ആണ്. ബാബു സാർ. പ്രിയ PCTA കുടുംബാംഗങ്ങളെ, ഉണർവ് വെബിനാറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നയിച്ചത് ശ്രീമതി പുഷ്പലത മാഡം. ഉന്നത പദവി വഹിച്ച വ്യക്തിയാണ്, മാസ്റ്റർ യോഗ ട്രെയിനറാണ്. വളരെ ഫലപ്രദമായ രീതിയിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനെ കുറിച്ച് ഇവിടെ ക്ലാസ് എടുത്തു. എനിക്ക് തോന്നുന്നത് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ 2ാമത്തെ ക്ലാസ് ആണ് ഈ പ്ലാറ്റ്ഫോമിൽ. ശ്രീ ആന്റണി പുത്തൻപുരയ്ക്കൽ സെൽഫ് ട്രസ്റ്റിനെ കുറിച്ച് മുമ്പൊരിക്കൽ ക്ലാസ് നടത്തിയിരുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ അമിതമായി ചിന്തിക്കുന്നവരാണ്, അതുപോലെ തന്നെ മുൻവിധിയുള്ളവരാണ്. എന്നാൽ അതൊക്കെ ഒഴിവാക്കി ശ്രദ്ധയോടെ ഈ പ്രസന്റ് മൊമെന്റിൽ, ഇപ്പോഴത്തെ ഈ നിമിഷത്തിൽ ജീവിക്കുക, അതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട തത്വം. മാഡം ഇവിടെ പറഞ്ഞു, ആർഷഭാരത സംസ്കാരത്തിന്റെ സംഭാവനയാണ്, ഭാരതത്തിന്റെ സംഭാവനയാണ്, ലോകത്തിനുള്ള സംഭാവനയാണ് ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ. അപ്പോൾ യോഗയുടെ ഒരു ഭാഗം തന്നെയാണ് മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷന്റെ വിവിധ രീതികൾ ആദ്യം തന്നെ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മളെ കടത്തിവിട്ടു. അതിനുശേഷം മെഡിറ്റേഷൻ എന്താണ്, അതിൻ്റെ വിവിധ രീതികൾ, അതിൻ്റെ പ്രയോജനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ഈ മെഡിറ്റേഷൻ രീതികൾ പാശ്ചാത്യർ അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ബുദ്ധമതത്തിൻ്റെ ഒരു മെഡിറ്റേഷനാണ് വിപാസന. ആ വിപാസന മെഡിറ്റേഷന്റെ ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജോൺ കബാത്സൺ അദ്ദേഹത്തിൻ്റെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ പ്രോഗ്രാം
MBSR എന്ന ഒരു പ്രോഗ്രാം അദ്ദേഹം ബോസ്റ്റണിൽ ആവിഷ്കരിച്ചു. അവിടുത്തെ മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിൽ മൈൻഡ്ഫുൾനെസ് ക്ലിനിക്ക് സ്ഥാപിച്ചു. അപ്പൊ ആ ക്ലിനിക്ക് വഴി അദ്ദേഹം ഈ പറയുന്ന സ്ട്രെസ് കുറയ്ക്കുക, അതുപോലെ തന്നെ ആൻസൈറ്റി കുറയ്ക്കുക തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഈ ജോൺ കബാറ്റ്സന്റെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. മാഡം ഈ യോഗയുടെ ഭാഗമായി വരുന്ന ധാരാളം മെഡിറ്റേഷൻ, അപ്പം യഥാർത്ഥത്തിൽ മാഡം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത്രയധികം മെഡിറ്റേഷൻ രീതികൾ ഉണ്ടെന്നും അതിൻ്റെ ഒരു ഫലപ്രദമായ ടെക്നിക്ക് ഇത്തരത്തിലൊക്കെ ആണെന്നും മനസ്സിലായത്. അപ്പോൾ വളരെ ഫലപ്രദമായി ഈ ക്ലാസ് നയിച്ച് ഞങ്ങളെ ഈ മെഡിറ്റേഷൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോയ മാഡത്തിന് കോട്ടയം PCTയുടെ നാമത്തിലുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇളം തലമുറയ്ക്ക്, പ്രത്യേകിച്ച് കൗമാരക്കാരൊക്കെ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, വൈകാരികമായ അസ്ഥിരത ഒത്തിരി അനുഭവിക്കുന്നവരാണ്. അവർക്കൊക്കെ വൈകാരികമായ നിയന്ത്രണം ഒക്കെ വരുത്തി അവരുടെ സമ്മർദ്ദങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ നമുക്ക് ഇളം തലമുറയെ സഹായിക്കാനും ഈ ധ്യാന രീതികൾ പ്രയോജനപ്പെടുത്താം എന്നുകൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർലാൽ സാറ് യോഗയിലൊക്കെ പഠനം നിർവഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാസ്റ്റർ ഡിഗ്രിയൊക്കെ യോഗയിലാണ്. അപ്പം ആധികാരികമായിട്ട് ഒത്തിരി അറിവുകളുള്ള വ്യക്തിയാണ് സാറ്. നമ്മുടെ ചർച്ചയിൽ പങ്കുചേർന്നു. സാറിനും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. മൈൻഡ്ഫുൾനെസ്സോടുകൂടി ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്ത് നമ്മളെല്ലാം നല്ല രീതിയിൽ അറിവുകൾ പകർത്തുവാനായിട്ട് തൻ്റെ ഈ പ്ലാറ്റ്ഫോം വിനിയോഗിച്ചത് ഡോക്ടർ സാബു കേരളമാണ്. കോട്ടയം PCTയുടെ പ്രസിഡന്റ് കൂടിയാണ്. സാറിന് പ്രത്യേകമായ നന്ദി. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് ജില്ലകളിലെ ഭാരവാഹികള്, മെമ്പേഴ്സ്, കോട്ടയം ജില്ലയിലെ ഭാരവാഹികള്, മെമ്പേഴ്സ് എല്ലാവർക്കും നന്ദി. എറണാകുളത്തിന്റെ സെക്രട്ടറി വിജയരാമൻ സാറ് പങ്കെടുക്കുന്നുണ്ട്. കോട്ടയത്തിന്റെ റോയ് സാറ്, ശ്രീകുമാരി മാഡം, എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ സ്ഥിരം പാർട്ടിസിപ്പൻസിനും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സാർ. ഓക്കെ, വിജയരാമൻ സാർ. മാഡം വളരെ നല്ല ഒരു ക്ലാസ്. മാമിന്റെ ക്ലാസ് സത്യത്തില് അൺലൈൻ ചെയ്യിച്ചു എന്നെ കൊണ്ട്. മാം പറഞ്ഞ ഒരു കാര്യം, അതായത് കേരളത്തില് വിവേകാനന്ദ സ്വാമികൾ വന്നപ്പോ ചിന്മുദ്ര പഠിപ്പിച്ചു കൊടുത്ത ചട്ടമ്പിസ്വാമികളായിരുന്നു. ഞാൻ ചിന്മുദ്ര ദിവസം വെച്ചിട്ട് തന്നെയാണ് ധ്യാനം ചെയ്യുന്നത്. ഹാർട്ട്ഫുൾനെസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ അതില് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അത് മാം തിരുത്തി. മാം പറഞ്ഞു തന്നെയാണ് ശരിയല്ലേ? അതാണ് മാം ഇന്ന് മുതൽ ഞാൻ തിരുത്തുകയാണ്. അതായത് ഞാൻ 2 വിരല്, ചൂണ്ടുവിരലും അതുപോലെ തലവരലും ഒന്നിച്ച് ചേർത്തല്ല, അങ്ങനെ അത് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് നമ്മൾ ഈ എൻഡാണ് തൊടുക. ഈ എൻഡ് ഇതാ ഇങ്ങനെ. മറ്റേ ചിലര് ഇതാ ഇങ്ങനെ തൊടാൻ നോക്കും. അങ്ങനെ തൊടാൻ പാടില്ല. നമ്മൾ ഇങ്ങനെയാണ് തൊടേണ്ടത്. പിന്നെ അതർ ഫിംഗേഴ്സിനെ ആരും മൈൻഡ് ചെയ്യില്ല. അതർ ഫിംഗേഴ്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. യെസ്. അപ്പൊ മാം ഇപ്പൊ ആധികാരികമായിട്ട് ഇങ്ങനെ പറയുമ്പോ ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കണം. ഞാൻ തെറ്റായിട്ടാ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ മാമിന്റെ ക്ലാസിന്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് അതുകൊണ്ട് മനസ്സിലാക്കണം അല്ലേ? പിന്നെ വേറൊരു കാര്യം, എന്റെ മനസ്സിൽ ഞാൻ ഒരുപാട് മെഡിറ്റേഷൻ രീതികൾ പഠിച്ചു മുൻപേ. പക്ഷെ ഇപ്പൊ ഉറച്ചു നിൽക്കുന്ന ഹാർട്ട്ഫുൾനെസ്സിലാണ്. അപ്പൊ എനിക്ക് മാമിന്റെ അടുത്ത് വളരെ ഒരു ഇതായിട്ടുള്ള ചോദ്യമുണ്ട്. ഹൃദയത്തിന്റെ അർത്ഥം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന്റെ മുന്നൊരു കാര്യം പറഞ്ഞിട്ട് മാം പതഞ്ജലി സൂത്രത്തിലെ ഉറച്ചു നിന്നുകൊണ്ട് അല്ലെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിനൊരു വലിയ അഭിനന്ദനം മാമിന്. ഞാനും വായിച്ചതാണ് പതഞ്ജലി സൂത്രം. അത് രാജയോഗം വായിച്ചു. നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ധ്യാനത്തെ കുറിച്ച്. അത് 2 തരത്തിലുള്ള ധ്യാനം, മൂക്കിന്റെ അല്ലെ
പിന്നെന്താ ഹൃദയത്തിന്റെ അടുത്ത് ഉള്ള അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ശൈവം അല്ലെ, അങ്ങനെയൊക്കെയും ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്. ഇപ്പൊ ഹാർട്ട്ഫുൾനെസ്സിനുണ്ട്, മൈൻഡ്ഫുൾനെസ് ഉണ്ട്. മൈൻഡ്ഫുൾനെസ്സിന്റെ ബാബു സാർ പറഞ്ഞു മൈൻഡ്ഫുൾനെസ് എങ്ങനെ വിപാസന ധ്യാനത്തിന് ഇങ്ങോട്ട് അങ്ങോട്ട് അതൊക്കെ പറഞ്ഞു. പിന്നെ ഹാർട്ട്ഫുൾനെസ് ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ മാതാമൃതാനന്ദ വൈദേവിയുടെ ആണെങ്കിൽ അയാം മെഡിറ്റേഷനുണ്ട്. പല രീതിയിൽ പല ട്രാൻസ്ലേഷൻ ഉള്ള മഹർഷി യോഗയുടെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. മേമിനടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഈ വ്യത്യസ്തമായ ധ്യാന മുറകള് ഏതാണ് നല്ലത്, ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറയാൻ മെനക്കെടാതെ ഈ ധ്യാനമുറകൾ സ്ഥിരമായി ശീലിക്കുന്നവൻ ഏതായാലും ഏത് ധ്യാനമുറകളെയും സ്ഥിരമായി ശീലിക്കുന്നത് വിജയിക്കുമെന്നാണ് അമ്മ പറയുന്നത്. എന്താണ് പറഞ്ഞോട്ടെ സാറേ. അതെങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റില് നമ്മള് മെഡിറ്റേറ്റ് ചെയ്യാത്ത, യോഗ ചെയ്യാത്ത, ഒരു എക്സസൈസിലും പോവാത്ത ഒരാള് ചിലപ്പോഴൊക്കെ എൻ്റെ അടുത്ത് 1-2 ആളുകള് ഡൗട്ട് ചോദിച്ചാൽ എങ്ങനെയാന്ന് വെച്ചാല് ഡോക്ടർ പറയും മെഡിറ്റേഷൻ ചെയ്യാൻ. ഭയങ്കര സ്ട്രെസ് ഉള്ള ആളുകളോട് കയറി മെഡിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് പറ്റൂല. അപ്പൊ അവരുടെ മനസ്സ് നിറയെ എന്തൊക്കെയോ ചിന്തകളാ. അപ്പൊ ഈ ചിന്തകളെ നമുക്ക് ഇല്ലാതെയാക്കി, അതായത് നമ്മുടെ മനസ്സ് വാണ്ടറിങ് ആണല്ലോ, എവിടെയെങ്കിലും ലോകം മുഴുവൻ നമ്മൾ പോകും ഈ ഇരുന്ന നേരം കൊണ്ട്. അപ്പൊ നമുക്ക് ഈ കോൺസെൻട്രേഷനിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള, നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു രീതി നമുക്ക് സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു രീതി, എല്ലാം വേണ്ട. അത് കുറച്ചു കാലം ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ എക്സാമ്പിൾ ഞാനിപ്പോ പറയാ, നമ്മളിപ്പം ഒരു വിഷ്വലൈസ് ധ്യാനം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ബീച്ചിലോ അങ്ങനെ എവിടെയും അത് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു 10 ദിവസം സാറ് ചിലപ്പം അത് ചെയ്തു കഴിയുമ്പോൾ സാറിന് കോൺസെൻട്രേഷൻ ഇങ്ങനെ പതിയും. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയി എന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് വിഷ്വലൈസ് ഒന്നും വേണ്ട. നമ്മൾ ഒന്നുമില്ലാതെ നമ്മൾ പ്ലെയിൻ മൈൻഡ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ രീതികൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. മനസ്സിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വേയും വേണ്ട, നമ്മൾ അങ്ങ് ഇരുന്നോളും. ഇപ്പൊ നമുക്ക് കണ്ണടച്ചിരുന്ന, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ കണ്ണടച്ചിരുന്ന എത്ര നേരം വേണമെങ്കിൽ ഇപ്പൊ ഇരിക്കോ. തുടക്കത്തിലൊക്കെ ഞങ്ങളെ സാറ് പഠിപ്പിക്കുമ്പോ അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ണ് തുറന്നാൽ മതി എന്നാ വിചാരിക്കുക. എന്നുവെച്ചാൽ നമുക്ക് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ശീലിച്ച് ഇപ്പൊ എനിക്ക് എത്ര നേരം വേണമെങ്കിലും കണ്ണടച്ചിരിക്കാം. അതുപോലെ എന്റെ കാലിന് മുട്ടിന് വേദന വന്നിട്ട് നിലത്തിരിക്കരുത്, ചമ്രം മടഞ്ഞിരിക്കരുത് പറഞ്ഞു. ഇപ്പൊ ഞാൻ പിന്നെ അർദ്ധപത്മാസനത്തിൽ 1 മണിക്കൂറിലധികം സമയം ഇരിക്കും. എന്റെ കാലിന്റെ മുട്ടിന്റെ വേദന മാറിയതും യോഗ പ്രാക്ടീസ് ചെയ്തതിനോട് കൂടിയ. അപ്പൊ നമ്മള് മെഡിറ്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ഒരുത്തിയിൽ കെട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മാധ്യമം ഉപയോഗിക്കുന്നത്, ഏതെങ്കിലും ഒരു രീതി ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇനി വേണ്ട, ഇനി ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് എൻ്റെ ഉള്ളിനെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒന്നും വേണ്ട, പിന്നെ ലൈറ്റും വേണ്ട, ഷഡാധാരവും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആയി. എന്തായാലും മാമിന്റെ ക്ലാസ് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കൂടുതൽ അറിവുകൾ തന്നു, ഒരു ദിശാബോധം കൂടി തന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ദിശാബോധം തന്നു ഈ കാര്യത്തിൽ. അപ്പോ വളരെ വളരെ നന്ദി. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആരാ പറയുന്നേ? ജമുന മാം, ഡോക്ടർ ജമുന. യെസ്. ഉഷ ദേവപ്രകാശ്, റോയ് സർ, വിൻസെന്റ് സർ. മാഡത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ ഒരു മൈൻഡ്ഫുൾ മെഡിറ്റേഷനിൽ എത്തിയ ഒരവസ്ഥ തന്നെ ഉണ്ടായി. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട അനുഭൂതിയായിരിക്കും. പിന്നെ എന്താണ് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എല്ലാ ഗൈഡ് ലൈൻസും മാറുന്നത്. അതായത് ചിന്തകളെ അടക്കി നിർത്തുവാനുള്ള ഒരവസരമാണ് ഈ മെഡിറ്റേഷനിലൂടെ കിട്ടുന്നതെന്നും, പഞ്ചേന്ദ്രിയങ്ങളെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ചിന്തകളെല്ലാം കൊണ്ടുവന്ന് പ്രസന്റ് സ്റ്റേജിൽ കൊണ്ടുവരുമെന്നും അതൊക്കെ മാഡം പറഞ്ഞതും, ആ മാഡത്തിന്റെ ആരംഭത്തിൽ മാഡം ചെയ്ത ആ മെഡിറ്റേഷൻ ഇതും എല്ലാം കൂടെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്, അത് വളരെ ഒരു നല്ല അനുഭൂതിയായിട്ട് എനിക്ക് തോന്നി.
പിന്നെ മെഡിറ്റേഷൻ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങൾ വരുമെന്നുള്ളത്, വികലമായ ചിന്തകളിൽ നിന്ന് ഒഴിവാകും, ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നു, ഇൻഫ്ലമേഷൻസ് ഒക്കെ മാറുന്നു, ഒക്കെയുള്ള അതായത് BP വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നും ഒക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു അനുഭൂതി ലഭിച്ച ആൾക്ക് അതിൽ തീർച്ചയായും കിട്ടുമെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ക്ലാസ്. പിന്നെ ഇതിലൊക്കെ പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, മാഡം പ്രാക്ടിക്കലായിട്ട് തിയറട്ടിക്കലായിട്ട് കാര്യം പറഞ്ഞു. ഏറ്റവും നീളം കൂടിയ വാഗസ് നെർവിലൂടെ നമുക്ക് ഇത് കിട്ടുന്ന ഇന്റേണലായിട്ട് ഇത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു തിയററ്റിക്കലായിട്ടും നമുക്കത് വളരെയധികം മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും പറ്റി. എനിവേ, ഇങ്ങനെ ഒരു ക്ലാസ് അയാളുടെ അവസരം കിട്ടിയ ഇതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സർ. പത്മ, എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സാറ് പറഞ്ഞ പോലെ നമുക്കൊരു ഫ്രഷ് ആയതുപോലെ തോന്നി. ഇപ്പോൾ എനിക്ക് മെഡിറ്റേഷനെ പറ്റിയിട്ട് കൂടുതലൊന്നും അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ കൂടെ കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇപ്പം ഇതിൽ പറയുന്നത് നമ്മൾ നാലുപാട് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒന്ന് പിടിച്ച് നിർത്താനുള്ള ഒരു ടൂളായിട്ടാണ് ഇതിന് പറയുന്നതെന്നല്ലേ പറഞ്ഞത്. അത് വളരെ ശരിയായിട്ടാണ് തോന്നുന്നത്. എനിക്കറിയാവുന്ന വിധത്തിൽ മക്കള് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മള് സന്ധ്യക്ക് പ്രാർത്ഥിക്കുമല്ലോ, അപ്പൊ അവരെ കുറച്ച് സമയം ഞാൻ ഇതുപോലെ ഇരുത്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് പിന്നെ പഠിപ്പ് ഒരു ഏകാഗ്രത കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യിക്കുമായിരുന്നു ചെറുതായ കാലത്ത്. അവരെ സ്കൂളിലും ഇത് ചെയ്യിക്കലുണ്ടായിരുന്നു. മോൻ അമൃത വിദ്യാലയത്തിലായിരുന്നു പഠിച്ച 10th വരെ. അപ്പൊ അവിടുന്ന് ഡെയിലി അവർക്ക് അതൊരു ക്ലാസ് ആയിട്ടുണ്ട്. മോള് പഠിച്ച കോൺവെന്റിലും ചെയ്തു. എന്താ സാർ? മോള് പഠിച്ച കോൺവെന്റിലും അതുപോലെ ഒരു ചെയ്യിക്കായിരുന്നു അവള് പറഞ്ഞ. അവള് പറയുന്ന പുറത്തെ ശബ്ദമെല്ലാം ശ്രദ്ധിക്കാൻ പറയുന്നു. കണ്ണടച്ചിരുന്നിട്ട് പുറത്തുനിന്ന് എന്തോ വാഹനങ്ങളെ ശബ്ദമാണോ, അങ്ങനെയാണ് അവരെ ചെയ്യിക്കലെന്നാണ് അവളെ ആ കാലത്ത് പറഞ്ഞു. അതുപോലെ ഞാനും സ്കൂളിൽ ഇപ്പം പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ചില കുട്ടികൾ വല്ലാതെ പ്രശ്നക്കാരാവുമല്ലോ. ഒരു ഇറിറ്റേഷൻ പോലെ കുട്ടികൾ കളിക്കുമ്പോൾ എല്ലാവരും അല്പസമയം ഒന്ന് കണ്ണടച്ചിരുത്തിപ്പിക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫ്രഷ് ആയതുപോലെ തോന്നലുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. എന്നാലും മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി എനിക്ക്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാൻ മുമ്പ് കേട്ടത് വിവേകാനന്ദനെ പറ്റിയിട്ടാണ്. വിവേകാനന്ദൻ ഓടുന്ന ട്രെയിനിൽ ഇരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിനെല്ലാം അതുള്ളതോന്നൊന്നും അറിയില്ല, അങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട്. ധ്യാനിക്കാറുണ്ടായിരുന്നു. സത്യം അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലേ? അങ്ങനെ എക്സ്പീരിയൻസ് ആയവര് ഋഷിമാർ പോലെയുള്ളവർക്ക്. ഏതായാലും നല്ലൊരു ക്ലാസ് തന്നെയിൽ മാഡത്തിന്റെ ആ പറയുന്ന രീതി തന്നെ നമ്മളെ മനസ്സിലേക്ക് അങ്ങ് കയറുന്ന വിധത്തിലായിരുന്നു. നല്ലൊരു ക്ലാസ്. താങ്ക് യു മാം. നമ്മളെ കണ്ടീഷൻഡ് ആക്കി എടുക്കുകയാണ്. നമ്മളെ തന്നെ കണ്ടീഷൻ, ചുറ്റുപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് നമ്മളിലേക്ക് ഒതുങ്ങിച്ചേരാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മെഡിറ്റേഷനിലൂടെ എത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആ സത്വം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വേറെ ആർക്കും പറയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ പുഷ്പലത മാം ഒന്ന് കൺക്ലൂഡ് ചെയ്തോളൂ. ഹരി, പറയും സാറേ ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സബു സാർ ആൻഡ് പുഷ്പലത മാഡം. ഞാൻ വൈകിയ എത്തിയ ഞാനിനി ഉറപ്പായിട്ടും ഈ ക്ലാസ് വീണ്ടും കണ്ട് എനിക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അത് വൈകിപ്പോയി, അതിന് എനിക്കൊരു സങ്കടമുണ്ട്. എന്നാലും ഞാനത് കാണും. താങ്ക് യു മാം. പിന്നെ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ നല്ല സെഷൻസ് തരുന്നതിന്. എല്ലാവർക്കും നന്ദി. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്നത്, ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുന്നുണ്ട്. എഴുന്നേറ്റ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ അതെനിക്ക് ഗ്രൗണ്ട് ചെയ്യാനായിട്ട്, മീൻസ് നന്നായിട്ട്
ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യുന്നതുകൊണ്ട്. പിന്നെ കുളിച്ചെല്ലാം വന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇച്ചിരി നേരം മൗനമായിട്ട് കുറച്ചു നേരം ഇരിക്കും. ഇത് അച്ഛൻ ചെയ്യുന്നത് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ചു നേരം മൗനമായിട്ട് ഇരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇത്രയാണ് ചെയ്യുന്നത്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ഡെയിലി എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എനിക്ക് നല്ലൊരു കോൺസെൻട്രേഷനും കുറച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മാഡത്തിന്റെ ഈ മെഡിറ്റേഷൻ ക്ലാസ് എന്തായാലും തീർച്ചയായിട്ടും കാണും. അപ്പോൾ നന്ദി, എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി. നസീമാം, നസീമാം കേൾക്കുന്നില്ലേ? ക്ലാസ് കേൾക്കാൻ പറ്റില്ല സാറേ, ഞാൻ അടുത്ത് എടുക്കാറുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് മൈൻഡ്ഫുൾനെസ്. താങ്ക് യു സാറിന് നന്ദി. ഞാൻ കുറെ കാലമായിട്ട് പരിശീലിക്കണതാ. 2003 യോഗ കഴിഞ്ഞതാ. എന്റെ PG 2014 കഴിഞ്ഞു. അപ്പോ ഞങ്ങൾക്ക് ഇത് മെഡിറ്റേഷൻ തന്നിട്ട് ബ്രത്തൊക്കെ വേറെ ലാസ്റ്റ് ഡേ ഒരു നല്ല ഉരുണ്ടൊരു സാധനം കയ്യിൽ തരും. മുന്തിരിയാണെന്ന് നമുക്കറിയില്ല. അതിന് സാവകാശം വായിലിടാൻ പറയും. ഒരു 4-5 മിനിറ്റ് പിടിച്ചിട്ടാണ് ആ നീരിറക്കാൻ സമ്മതിക്കുള്ളൂ. അതിനെ വായിലിട്ട് ഉരുട്ടി അതിന്റെ സ്മൂത്ത്നെസ്, അതിന്റെ ആ കയ്യിലിട്ട് ആദ്യം ഉരുട്ടിപ്പിക്കുക, അതിന്റെ സൗന്ദര്യം. അപ്പോഴാണ് ഈ മുന്തിരിക്ക് ഇത്രയും ഭംഗിയുണ്ട്, ഇത് സോഫ്റ്റ്നെസ് ഉണ്ട്. അയ്യോ, അതിന്റെ മധുരമൊക്കെ ആദ്യമായിട്ട് എൻജോയ് ചെയ്ത്. അപ്പൊ ആ പ്രസന്റിലേക്ക് അവെയർ ആവാ അല്ലേ. ക്ലാസ് ഞാൻ കേട്ടോളാം യൂട്യൂബില്. അതില് അപ്പൊ ഞങ്ങളിപ്പോ അധ്യാപകർക്ക് ടെക്നിക്ക് കൊടുക്കുമ്പോ ആന്റണി സാർ നന്നായി എടുക്കാറുണ്ട്. കുറെ കാലം സാറിന്റെ ഇതില്. അപ്പൊ മാമിന്റെ ക്ലാസ്സുകൾ നന്നായിരുന്നു, ഫീഡ്ബാക്ക് മനസ്സിലായി കേട്ടോളാം. അപ്പൊ ബ്രത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരെ ശ്വാസത്തിനൊപ്പം സഞ്ചരിക്കാൻ പറയും. ശ്വാസം പോണ വഴി, ശ്വാസം പുറത്തോട്ട് പോണ വഴി, അങ്ങനെ 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 ആവുമ്പോ സാർ എടുക്കാണ്ട് 5, 4, 3, 2, 1 ടെക്നിക്ക് 5 കാര്യങ്ങൾ. പിന്നെ ഇമാജിനേഷൻ കൊണ്ട് 4 കാര്യങ്ങൾ തൊട്ടറിയണത്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അതായത് ഈ നല്ല സ്ട്രെസ്സും വിഷമൊക്കെ വരുമ്പോ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ടറിയാൻ പറ്റണ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, തൊട്ടറിയാൻ പറ്റണ 4 കാര്യങ്ങള്. അതുപോലെ 3 ശബ്ദങ്ങൾ ചുറ്റുള്ള, നമ്മള് കണ്ണടച്ചിരുന്നിട്ട് 2 കാര്യങ്ങൾ ടേസ്റ്റ്, എന്നിട്ട് അവസാനം 1 കാര്യങ്ങൾക്ക്. അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവരാം. ശ്വാസത്തിന്റെ ചൂടറിയാ, പുറത്തോട്ട് പോണ ശ്വാസത്തിന്റെ ചൂട്, ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തിന്റെ തണുപ്പ്, നടക്കുമ്പോ കാല് ഭൂമിയിൽ സ്പർശിക്കണത്, പ്രകൃതിയുടെ പച്ചപ്പ്, അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോ സുഖം. അപ്പൊ താങ്ക് യു മാം, താങ്ക് യു സാബ് സർ, താങ്ക് യു വെരി മച്ച്. ക്ലാസ് കേട്ടോളാം. നമുക്ക് ഡെയിലി മോർണിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ തന്നെയാണ്. രാവിലെ 5:15 തുടങ്ങിയ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യെസ്, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ പുഷ്പലതാമൻ പറയാം. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട സാബു സർ, മനോഹർ ലാൽ സർ, ബാബു തോമസ് സർ, വിജയരാമൻ സർ, റോയ് സർ, പത്മ മാം, ഹരി സർ, നസീമ മാം, എല്ലാവരും പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ കേട്ടു. കുറെ പേരൊക്കെ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇനി ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ആരംഭിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമുക്ക് പ്രത്യേകിച്ച് ഒരു 40+, 50+ലേക്കൊക്കെ ആവുമ്പോഴേക്ക് തന്നെ നമുക്ക് പല പ്രയാസങ്ങളും വരും. ഇപ്പൊ നമ്മളെ മക്കളടുത്തില്ലാത്ത, നമ്മളെ പിന്നെ മക്കളെ എങ്ങനെയെങ്കിലും എത്രയും വലിയ ജോലി കിട്ടാൻ എവിടെയെങ്കിലും ഒക്കെ അയക്കും. പിന്നെ അവർക്ക് അവിടുന്ന് വരാൻ പറ്റില്ല, നമ്മളെ നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് നോക്കി അവരെത്രയാക്കി അവർ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് നമ്മൾ പോവുക. ആ ചിന്താഗതിയിൽ നിന്ന് മാറി നമ്മുടെ മനസ്സ് പ്രസന്റിലേക്ക് വന്നിട്ട് നമ്മൾ അവരെ ജീവിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, അവര് ജീവിക്കട്ടെ എന്നുള്ള ഒരു മനസ്ഥിതിയിലേക്ക് വരാനും, അതേപോലെ തന്നെ ഒരു 50+ ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ കൂടുതലും ഞാൻ കേട്ടിട്ടുള്ള ലേഡീസിലാണ്.
അയ്യോ അവിടെ വെച്ച് അത് ഓർമ്മയില്ല, ഇവിടെ വെച്ച് ഇത് ഓർമ്മയില്ല, പിന്നെ ചിലപ്പോ കറിയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയില്ല. ഇങ്ങനെയുള്ള കുറേ മറവികൾ ഒരു കൂട്ടം ഒരു 35-40 വയസ്സാകുമ്പോഴേക്ക് ഈ ലേഡീസിന് അടുത്തുനിന്ന് കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മറവി ഇല്ലാതാക്കാൻ നമുക്ക് ഏറ്റവും നല്ലതാണ്. അതേപോലെ പിന്നെ ക്യാൻസർ മാനേജ്മെന്റ് ത്രൂ യോഗ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അത് വളരെ ഇഷ്ടമായിട്ടുണ്ട്. എന്നുവെച്ചാല് പിന്നെ മിക്കപ്പോഴും അങ്ങനെയുള്ള മാരക രോഗങ്ങൾ വരുമ്പോഴ് നമ്മള് പേടി കൊണ്ടാണ് നമുക്ക് ആ രോഗം മൂർച്ഛിക്കുന്നതും നമ്മൾ മരണപ്പെടുന്നതും. അപ്പൊ നമ്മൾ ഈ മെഡിറ്റേഷൻ ശീലിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ കാം ആൻഡ് ക്വയറ്റായ ഒരു അവസ്ഥയോടുകൂടി അതിനെ നോക്കിക്കാണും. അപ്പൊ അങ്ങനെ കാം ആൻഡ് ക്വയറ്റായ ഒരു അവസ്ഥയോടുകൂടി നമ്മൾ നോക്കിക്കാണുമ്പം നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മളിൽ കൂടി വരും. അപ്പൊ അങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി വരുമ്പോൾ നമുക്ക് എന്ത് രോഗം തന്നെ വന്നാലും, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വന്നാലും അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ നല്ലൊരു ഇതിലേക്ക് എത്തിപ്പെടാനും അവരെ നയിക്കാനും നമുക്ക് നിൽക്കാനും, അല്ലെങ്കിൽ നമുക്കും ആകെ ഇതായി പോയില്ലേ. അപ്പം പല മാരക രോഗങ്ങളും മാനേജ് ചെയ്ത് നിർത്താൻ നമുക്ക് മെഡിറ്റേഷനിലൂടെ കഴിയും. അത് മെഡിറ്റേഷനിൽ കൂടെ വേണം നമ്മൾ യോഗയിലേക്ക് പോകാൻ. ഇപ്പൊ നമ്മൾ ഒരു ഉപാധി മെഡിറ്റേഷന് വേണ്ടി പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല്, ഉപാധി പറയുന്നത് നമുക്ക് പെട്ടെന്ന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഉപാധി വെച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആവും, അങ്ങനെ നമ്മളിലേക്ക് വരാൻ പറ്റും. അങ്ങനെ നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വരണം, മൈൻഡ്ഫുള്ളി ആവണം. ഇപ്പൊ മാഡം പറഞ്ഞല്ലോ ഒരു മുന്തിരിയുടെ കഥ, നസീമ മാം, ആ മുന്തിരിയുടെ കഥ. നമ്മൾ ഭക്ഷണം കഴിക്കുക എങ്ങനെയാ? ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഫോണ് ഓൺ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ TV ഓൺ ചെയ്ത് വെക്കും. നമ്മൾ എന്തോ വാരി കഴിക്കുന്നു, നമ്മൾ അത് കാണുന്നു, അതിലാണ് നമ്മുടെ ശ്രദ്ധ. പക്ഷെ പഞ്ചേന്ദ്രിയങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കാന്നാണ്. അതായത് ആദ്യം നമ്മൾ ആ ഭക്ഷണം തൊടുന്നു, അപ്പൊ നമ്മൾ സ്പർശിച്ചറിഞ്ഞു. അങ്ങനെ നമ്മൾ അത് കയ്യിലേക്ക് എടുക്കുന്നു, അപ്പൊ നമ്മൾ അത് കണ്ട് അതിന്റെ ഭംഗി ആസ്വദിച്ചറിയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മൂക്കിനടുത്തേക്ക് കൊണ്ടുപോയി സ്മെല് ചെയ്തറിയുന്നു, വായിൽ കണ്ടറിയുന്നു, വായിലേക്ക് വെച്ച് രുചി അറിയുന്നു. ഇങ്ങനെ മൈൻഡ്ഫുള്ളി വേണം ഭക്ഷണം കഴിക്കാന്നാണ്. നമ്മളതൊന്നും ചെയ്യുന്നില്ല. അപ്പം ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വഴിയിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യണം. 20 മിനിറ്റ് രാവിലെ, 20 മിനിറ്റ് വൈകുന്നേരവും മതി. അത് ഫസ്റ്റിൽ 5 മിനിറ്റിൽ ശീലിച്ച് അങ്ങനെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒത്തിരി സമയമായി. എന്തായാലും താങ്ക് യു മാം. ഇത്രയും തീർച്ചയായിട്ടും നേരം വളരെ എന്നെ കേട്ടിരുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും, എന്നെക്കാളും എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നവരാണ് ഇതിനകത്തുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താം. ഓക്കെ, താങ്ക് യു മാം. നാളത്തെ ദിവസം നമുക്ക് പാട്ട് ദിവസമാണ്. മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന് പറയുന്ന കഥയെ ആസ്പദമാക്കി ഡെവലപ്പ് ചെയ്ത സിനിമയുടെ ഭാർഗവി നിലയത്തിലെ പാട്ടുകളാണ് നമ്മൾ നാളെ പാടുന്നത്. മുഹമ്മദ് ബഷീർ, അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ നമുക്ക് ഓർക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു പുഷ്പലത മാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഗുഡ് നൈറ്റ്, സീ യു, ബൈ. താങ്ക് യു.